സങ്കീർത്തനം 91:14. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അപ്പോൾ വിടുവിക്കപ്പെടുന്ന വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും അടുത്തിട്ട് പറയാട്ടെ, പറ്റിയിരിക്കണം. ആരോട് പറ്റിയിരിക്കണം? വീട്ടിൽ ചെന്ന് കട്ടിയും ചെലവാറ്റ് പറ്റിയിരിക്കാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ. പിന്നെ വീട്ടിൽ നമുക്ക് ടി വിയുമായിട്ട് പറ്റിയിരിക്കുക, നമ്മുടെ അടുക്കളയുമായിട്ട് നമുക്ക് പറ്റിയിരിക്കുക, അല്ലേ? അങ്ങനെ പല രീതിയിലുള്ള പറ്റിയിരിപ്പലുണ്ട്. പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നത് ദൈവത്തോട് നീ പറ്റിയിരുന്നാൽ, പക്ഷേ പിശാച് പലപ്പോഴും മനുഷ്യനെ അതിന് അനുവദിക്കാറില്ല. പലപ്പോഴും നമ്മൾ ഒരു തീരുമാനം നമ്മളെടുക്കും, നമുക്ക് പോകണം, ചർച്ചിൽ പോകണം, ചെന്നിരിക്കണം, ഞാൻ വന്നിരിക്കും, ഇനി അങ്ങോട്ട് അതൊരു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സാഹചര്യവും നമുക്കില്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള ഒരു മീഡിയം ക്ലാസ് ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ ലെവലിൽ ഇപ്പം നിൽക്കുന്ന നമുക്കൊക്കെ ഒരുപാട് സമയമുണ്ട്. നമുക്ക് വെറുതെ നമ്മൾ വീട്ടിൽ സമയം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ആയുസ്സും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒരു ബർത്ത്ഡേ കഴിയുമ്പോൾ അടുത്തൊരു മരണം, അതായത് സന്തോഷിക്കുകയാണ്, ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നു. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു ഹിഡൻ സംഭവമുണ്ട്. നമ്മൾ അടുത്തൊരു ഏജ് കയറുമ്പം നമ്മൾ ദൈവത്തോട് അക്കരെ എത്താനുള്ള സംഭവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുഖാമുഖം കാണാനുള്ള ദിവസങ്ങളോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ റിവാർഡുകൾ വാങ്ങിക്കാനുള്ള സ്ഥലത്തോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രതിഫലങ്ങൾ പ്രാപിക്കാനുള്ള തീരത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഉറക്കത്തിലാണ്. അതുകൊണ്ട് വചനം പറഞ്ഞു, നീ ഉറക്കത്തിലാണെങ്കിൽ ഇന്ന് നീ ഉണർന്ന് എഴുന്നേറ്റാൽ നിനക്ക് റിവാർഡുകൾ ഒരുപാട് കിട്ടാനുള്ള ആൾക്കാരാണ്. അത് ഓരോ ദിവസം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊറ്റ വഴിയേ ഉള്ളൂ, ഇന്ന് നീ ഉണർന്ന് എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർന്ന് എഴുന്നേറ്റുകയാണെങ്കിൽ നിനക്കൊരു വെളിപ്പാട് കിട്ടും. ദൈവത്തോടുമാണ് ഞാൻ പറ്റിച്ചേർന്നിരിക്കേണ്ടത്. ഈ വേറെ ആരോട് എന്തിനും നമ്മൾ സമയം ചെലവഴിച്ചാലും അതിനൊന്നും ഒരു റിവാർഡ് കിട്ടത്തില്ല. നമ്മൾ ഈ 60, 70, 80 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിക്കേണ്ടത് നിത്യതയിൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൂടെയാണ്. ആ ദൈവത്തിൻ്റെ കൂടെ വസിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതാണ് 91 സങ്കീർത്തനം എന്ന് പറയുന്നത്. കൊറോണ കാലഘട്ടങ്ങളിൽ അപ്പോൾ ഒരിടത്തും പോകാൻ പറ്റാതെ നമ്മളെല്ലാം കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ആക്റ്റീവായി ആലയം തുറന്നിരുന്നപ്പോൾ ആരെയും കാണാനില്ല. പക്ഷേ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെല്ലാം ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും ഈ ആലയം ഒന്ന് തുറന്നെങ്കിൽ നമുക്ക് ആരാധനയ്ക്ക് പോകാമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, നെടുമങ്ങാട് ചർച്ചിനകത്ത് നമ്മൾ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിലും 5 പേരും 10 പേരും വെച്ച് 8 സർവീസ് വരെ നമ്മൾ നടത്തി. 8 എണ്ണം, 50 പേര്, 100 പേരൊക്കെ വെച്ച്, പിന്നെ കസേരകളൊക്കെ മാറ്റിയിട്ട് ഒരു ദിവസം 8 സർവീസ്. ആദ്യത്തെ സർവീസ് 6:30 മണിക്കാണ്. 6:30 മണിക്ക് നമ്മൾ ചെല്ലുമ്പോൾ അമ്മച്ചിമാരാണ് ഏറ്റവും കൂടുതൽ നടന്ന്, തേക്കട എന്ന് പറയുന്ന നെടുമങ്ങാട് വെമ്പായം റൂട്ടിൽ ഉള്ള ആ ഭാഗത്ത് നിന്നൊക്കെ അമ്മച്ചിമാർ, മുട്ടുവേദനയുള്ളവർ, നടുവേദനയുള്ളവർ 6:30 മണിയാകുമ്പോൾ നമ്മളൊക്കെ ചെല്ലുന്നതിന് മുമ്പ് ആലയത്തിൽ കാത്തു നിൽക്കുമായിരുന്നു. അന്ന് നമ്മൾക്ക് മനസ്സിലായി, ഞങ്ങൾ പലപ്പോഴും ഒരു ഡൗട്ട് അടിച്ചിട്ടാണ് ഈ ആരെങ്കിലും വരുമോ, പേടിച്ച് ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചെറുപ്പക്കാരെല്ലാം പേടിച്ച് വന്നില്ല. പക്ഷേ ഹല്ലേലൂയ, അമ്മച്ചിമാർ വന്നു, ദൈവകൃപയുള്ളവർ വന്നു, അപ്പം നമുക്ക് മനസ്സിലായി, നമ്മൾ വെളിയിൽ കാണുന്ന പലരും പ്രതികൂലം വരുമ്പോൾ വീട്ടിനകത്ത് അടച്ചുകൂടിയിരിക്കും. പക്ഷേ ചിലരൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നതൊന്നും വെറുതെയല്ല, കുറേയൊക്കെ ആൾക്കാരുടെ അകത്ത് ദൈവത്തിൻ്റെ തീ വീണിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വേണ്ടിയാണ് വീണ്ടും നമ്മൾ ഈ സഭകൾ തുറന്നു വെച്ച് ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? അനുസരണം കെട്ടവർക്ക് വേണ്ടിയല്ല. നമ്മൾ പലപ്പോഴും മെസ്സേജ് പറയും, പ്രസംഗിച്ചും ശുശ്രൂഷിച്ചും മടുക്കുമ്പോൾ ചിലരുടെയൊക്കെ സാക്ഷ്യങ്ങളാണ് നമ്മളെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ചിലരുടെ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള തീഷ്ണതയും ഒരു ഉറപ്പും ധൈര്യവും അവരുടെ എടുക്കുന്ന തീരുമാനങ്ങളും എന്ന് പറയുന്നത് ഭയങ്കരമാണ്. വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ ഞങ്ങളൊക്കെ പണ്ട് വെള്ളം കുടിക്കാതെ 3 ദിവസം വരിക,
ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വെള്ളം പോലും, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ 3 ദിവസമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. 40 ദിവസമോ 20 21. അപ്പോൾ ഒരുപാട് ദിവസസന്നിധിയിൽ ആലയം വിട്ടുമാറാതെ നമ്മൾ പ്രാർത്ഥനയിലും ആരാധനയിലും ഇരുന്നാണ് നമ്മളൊക്കെ ഈ ലെവലിൽ ഇന്ന് എത്താൻ കാരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വെറുതെയല്ല. വചനം പറയുകയാണ്, കർത്താവിനോട് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ആയിക്കേ. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. 2 കാര്യം: 1 പറ്റിയിരിക്കുക, 2 നാമത്തെ അറിയണം. അപ്പോൾ ഏത് നാമത്തിലാണ് പറ്റിയിരിക്കുന്നതെന്നും കൂടെ ഒന്ന് അറിയണം. ഒരുപാട് നാമങ്ങൾ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരുപാട് നാമങ്ങൾ ഈ ലോകത്തുണ്ട്. പക്ഷേ യേശുക്രിസ്തു എന്ന നാമത്തോട് നീ പറ്റിയിരുന്നാൽ ദൈവം നിന്നെ തീർച്ചയായിട്ടും വിടുവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. 2 തെസ്സലോനിയർ 3:3 ഒന്ന് വായിച്ചാട്ടെ. പറ്റിച്ചേർന്നിരിക്കുന്നവനോടുള്ള ദൈവിക ദൂതുകൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പൊ പറ്റിച്ചേർന്നിരുന്നാൽ അവൻ നിന്നെ ഉറപ്പിക്കും. ആടിയിരിക്കുന്ന വിശ്വാസികളുണ്ട് പലരും. ഭയങ്കര ഒരു ആട്ടമാണ്. അവർക്കൊരിക്കലും ഉറപ്പില്ല, ധൈര്യമില്ല, സ്ഥിരതയില്ല. അങ്ങനെ സ്ഥിരതയില്ലാത്ത അസ്ഥിരമായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ഒരാഴ്ച വന്ന് ആരാധിക്കും, പ്രാർത്ഥിക്കും, തീരുമാനമെടുക്കും, അടുത്ത ആഴ്ച പിന്നെ കാണത്തില്ല, എല്ലാം പോവും. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന, പ്രാർത്ഥനയിലും ആരാധന ഇരിക്കുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുന്ന, എവിടെയെങ്കിലും ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ വാക്കോട്ടയും വിട്ട് ഉറങ്ങി തൂങ്ങി ക്ഷീണിച്ച് വന്നല്ലോ, എപ്പോൾ പോകാം, എപ്പോൾ എഴുന്നേറ്റ് പോകാം എന്നൊക്കെ ഉള്ള ചിന്തയിലിരിക്കുന്ന വ്യക്തികളെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉള്ളവരെ ഇന്ന് പകൽ ദൈവം പറയും, നീ ദൈവത്തോട് പറ്റി ഇരിക്കാൻ തീരുമാനിച്ചാൽ ദൈവം നിന്നെ ഉറപ്പിക്കും. ഹല്ലേലൂയ. ഉറപ്പിക്കുന്നത് മാത്രമല്ല, ദൈവം നിന്നെ ദുഷ്ടന്റെ കയ്യിൽ നിന്നും വിടുവിക്കാനിടയാകും. ദൈവത്തിനോട് പറ്റിയിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഒരു അനർത്ഥം കാണുകയില്ല. അവന് ദൈവാത്മാവ് അവന്റെ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. പക്ഷേ നീ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിനകത്ത് ശക്തമായി എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഇരിക്കും. ഒറ്റ ദിവസം പോലും, ഒരു ആഴ്ച പോലും ഫാസ്റ്റിംഗ് ഇല്ലാത്ത ദിവസം ഇല്ല. അപ്പോൾ ദൈവത്തോട് വീട്ടിനകത്ത് ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം, ബുധനാഴ്ച ദിവസം, ഇതൊക്കെ വീട്ടിനകത്ത് എൻ്റെ മാതാവ് പിന്നെ ഉച്ചവരെ ഇരുന്നങ്ങോട്ട് പ്രാർത്ഥനയാണ്. മാതാവിന് ഉച്ചവരെ മാത്രം എഴുന്നേറ്റ പിന്നെയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും വൈകുന്നേരം രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. അന്നൊക്കെ അത്രയും വലിയ തീയും ഭയങ്കര പ്രതികൂലത്തിൻ്റെ നടുവിലാണ്. പക്ഷേ ഒരു പ്രശ്നങ്ങളും ഞങ്ങളെ തൊടാത്തതിന് കാരണം ഞങ്ങളും ദൈവമായിട്ട് നല്ല ബന്ധം അന്നുണ്ടായിരുന്നു. കാരണം ഏതിനും എപ്പോഴും മുട്ടുമടക്കി ഇരുന്നുള്ള പ്രാർത്ഥന, കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന, ഉറക്കെയുള്ള നിലവിളികൾ, ഞരക്കങ്ങൾ, രാത്രി കിടന്നുറങ്ങുമ്പോഴും ദൈവത്തോടുള്ള സംസാരങ്ങൾ, അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിനോടുള്ള സംസാരം, പ്രാർത്ഥന, ഇതൊക്കെ നമ്മൾ ദൈവമായിട്ട് അടുത്തപ്പോൾ ആ അടുപ്പം എന്ത് ചെയ്തെന്നറിയാമോ? അനർത്ഥങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കാനിടയായി, ദുർഘടങ്ങളിൽ നിന്നും വിടുവിക്കാനിടയായി. ദുഷ്ടന്മാര് രാത്രി അറ്റാക്ക് ചെയ്യാൻ, അടിച്ച് കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞപ്പോൾ ആ രാത്രിയിൽ ഞങ്ങൾ അകത്തിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങളെ ശത്രുക്കൾ ഉപദ്രവിക്കാൻ വരികയാണ്. പക്ഷേ ആ പ്രാർത്ഥന ദൈവം കണ്ട് ദൈവം ഇറങ്ങി വന്ന് ശത്രുക്കളുടെ മധ്യത്തിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കാനിടയായി. ഇന്ന് പകൽ ദുഷ്ടന്റെ പിടിയിൽ നീ അമരാതിരിക്കണമെങ്കിൽ, ദുഷ്ടൻ നിന്നെ പിടിക്കാതിരിക്കണമെങ്കിൽ, ദോഷം നിന്നെ പിടിക്കാതിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് കർത്താവ് പറയാണ്, നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ, നീ ദൈവത്തോട് പറ്റിച്ചേർന്നാൽ ഞാൻ നിന്നെ ഉറപ്പിക്കും, ഞാൻ നിന്നെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും, ഞാൻ നിന്നെ സ്വതന്ത്രമാക്കും. നീ വീട്ടിനകത്തിരുന്നാലല്ല, നീ ആലയത്തിൽ ദൈവത്തോട് നീ പറ്റിച്ചേർന്ന് ഹല്ലേലൂയ ജീസസ്. അപ്പൊ പറ്റിച്ചേർന്നിരിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? അടുത്തൊരു കരം കൊടുത്ത് പറഞ്ഞാട്ടെ, നിന്നെ ഉറപ്പിക്കും. നിന്റെ ഭർത്താവിനെയും മക്കളെയൊക്കെ ഉറപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നീ ചേർന്നിരിക്കണം. നീ ഒരാൾ ചേർന്നിരുന്നാൽ മറ്റുള്ളവരെല്ലാം വന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, അനർത്ഥങ്ങളും ദുഷ്ടന്റെ തീയമ്പകളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കാനിടയാകും. ഹല്ലേലൂയ. അടുത്ത് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 42:1 ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് വായിക്കാം നമുക്ക്.
സങ്കീർത്തനം 42:1 വളരെ വേഗത്തിൽ ഒരാൾക്ക് ആർക്ക് വേണം വായിക്കാം, പെട്ടെന്ന് പറഞ്ഞു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ആ, ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മാൻ നീർത്തോടിനരികത്തേക്ക്, ഒരു മാന് അതിന് വെള്ളം കുടിക്കാൻ ഉള്ള സാഹചര്യത്തിൽ മാത്രമാണ് ഈ നീർത്തോടിലോട്ട് വരുന്നത്. മനസ്സിലായോ? മാൻ വരുന്നത് എപ്പോഴാണ്? എപ്പോഴും വരുമോ? അതുപോലെയാണ് ചില വിശ്വാസികളും. എപ്പോഴും വരത്തില്ല, എന്നും വരത്തില്ല, അത് കൂടിപ്പോവും. വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങ് അയ്യോ, കഴിഞ്ഞ ദിവസം പോയല്ലേ ഉള്ളൂ, രാവിലെ പോയല്ലേ ഉള്ളൂ, കഴിഞ്ഞ വെള്ളിയാഴ്ച പോയതേ ഉള്ളൂ, ഞായറാഴ്ച വന്നതേ ഉള്ളൂ, ഇനി അടുത്ത ഞായറാഴ്ച കാണാം, ടാറ്റ ബൈ ബൈ. അപ്പം ചില മാനിൻ്റെ സ്വഭാവം കാണിക്കരുത്. ഹല്ലേലൂയ. അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം വരും, ഒരു വെള്ളിയാഴ്ച പറ്റുമെങ്കിൽ പിന്നെ ഇടഞ്ഞൊക്കെ ഒരുവിധം വരും. അങ്ങനെ ഈ വല്ലപ്പോഴും ആണ്ടിലൊരുക്കിയൊക്കെ വന്ന് ഈ ദാഹിക്കുമ്പോൾ, പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, ചൂട് കൂടുമ്പോൾ, പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ, രോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ, സാമ്പത്തികമായ വിഷയങ്ങൾ വരുമ്പോൾ, കടഭാരം വരുമ്പോൾ, ആകപ്പാടെ വീട്ടിനകത്ത് വിഷയങ്ങളാകുമ്പോൾ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ലൈഫിൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരൊക്കെ വിളി തുടങ്ങും, മെസ്സേജ് ഇടാൻ തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ ഈ ക്വാളിറ്റി ഉള്ളവരുടെ വോയിസ് മെസ്സേജൊക്കെ കേൾക്കാറുള്ളൂ, അതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുള്ളൂ. 3 പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ ഈ ക്വാളിറ്റി ഇല്ലാത്തവരുടെ വിഷയങ്ങൾ ഞാൻ മൈൻഡ് പോലും ചെയ്യില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്, എനിക്ക് വേറെ ജോലിയില്ലേ. പിന്നെ മറ്റുള്ളവരുടെ വിഷയം പ്രാർത്ഥിക്കണമെങ്കിൽ ആ വ്യക്തികൾ അങ്ങനെ ദൈവമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം. ഈ ദൈവമായിട്ട് ബന്ധം എത്ര പറഞ്ഞാലും ഇല്ലാത്ത, പറ്റിച്ചേർന്നിരിക്കാത്ത, അനുസരണം കെട്ടവരൊക്കെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞേ ഉള്ളൂ. ഹല്ലേലൂയ. അനുഗ്രഹം പ്രാപിക്കാനുള്ളവർ ദൈവസന്നിധിയിൽ വരണം. ആവശ്യമുള്ളവരാണ് ദൈവസന്നിധിയിൽ വരണം. രോഗിയാണ് ഡോക്ടർ അടുക്കൽ വരേണ്ടത്. ഡോക്ടർ ഒരിക്കലും രോഗിയുടെ അടുക്കലോട്ട് പോകാറില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അന്വേഷിച്ച് ദൈവസന്നിധിയിൽ ഒരു മാൻ പിന്നെ വെള്ളം കുടിക്കാൻ വരുന്നത് പോലെ പിന്നെ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ വല്ലപ്പോഴും ആണ്ടിലൊരിക്കൽ വരാനുള്ള ഒരു അവസ്ഥ, അങ്ങനെയാണെങ്കിൽ ആണ്ടിലൊരിക്കൽ വെള്ളം കിട്ടുമോ? പക്ഷേ ഹാലൊരു സ്ഥിരമായ ഒരു ഗമനം, സ്ഥിരമായ ഒരു ബന്ധം ഇന്ന് പകൽ നിന്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ്, അങ്ങനെ ഉള്ളവന്റെ സ്ഥിതി ദൈവം മാറ്റും, അവനെ ദൈവം ഉയർത്തും, അവനെ ദൈവം മാറ്റും, മാനിക്കും. ദൈവം നിന്നെ ഒരിക്കലും പിന്തുടർന്ന് ഇങ്ങനെ പിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ഒന്നും വരത്തില്ല. നീ ദൈവത്തിനെ ഫോളോ ചെയ്യണം. വചനം പറയുന്നത്, നീ എന്നെ ഫോളോ ചെയ്യുക, നീ എന്നെ അനുഗമിക്കുക, നീ എന്നെ അനുഗമിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ഒരു നിരീശ്വരവാദി ദൈവമില്ല എന്ന് പറഞ്ഞപ്പോൾ ബാർബർ ഷാപ്പിൽ ഇരുന്നുകൊണ്ട് പിന്നെ മുടിവെട്ടിക്കൊണ്ടിരുന്ന ഒരാൾ, ബാർബർ ഷാപ്പുകാരൻ നിരീശ്വരവാദിയാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു വിശ്വാസിയാണോ, പാഷാണോ എന്ന് വെച്ചാൽ അതെ. ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ കഷ്ടവും പ്രശ്നങ്ങളും ക്യാൻസറും അതും ഇതും പ്രശ്നങ്ങളൊക്കെ വരുമോ, ഈ വിഷയങ്ങളൊക്കെ വരുമോ, ഇത്രയും ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ മുടിവെട്ടുകാരനോട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. മുടിവെട്ടിയതിന് ശേഷം എഴുന്നേറ്റ് വെളിയിറങ്ങിയപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ റോഡിൽ കൂടെ പോകുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഒരു ബാർബർ അല്ല, നീ ഒരു മുടിവെട്ടുകാരനെ അല്ല, നിനക്ക് മുടിവെട്ട് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവന് ദേഷ്യം വന്നു, ഞാനിപ്പോൾ നിങ്ങളുടെ മുടി വെട്ടിയതല്ലേ ഉള്ളൂ, ഞാനൊരു ബാർബറല്ല, നിങ്ങളെങ്ങനെ പറയും? അദ്ദേഹം പറഞ്ഞു, ഇഷ്ടംപോലെ ആൾക്കാർ പോവുകയല്ലേ ഇതുവഴി, അവരാരും നിന്റെ അടുക്ക് വന്നില്ലല്ലോ മുടി വെട്ടാൻ. അവൻ പറഞ്ഞു, അത് ആവശ്യമുള്ളവനല്ലേ വരൂ. ഇതുപോലെയാണ് ദൈവം. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ, കോടിക്കണക്കിന് ജനം ഇവിടെ കിടക്കുന്നു, അവരുടെ വിഷയങ്ങളും കണ്ണുനീരും കഷ്ടം ഇതല്ല. ദൈവം മഴ കൊടുക്കുന്നു, ഇടിയും മിന്നലും മഴയും ലോകവും പച്ചപ്പും എല്ലാ മത്സ്യങ്ങളും എല്ലാ മനുഷ്യനും ദൈവമാണ് കൊടുത്തിരിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ വിഷയം വരുമ്പോൾ അവനാണ് ദൈവത്തിൻ്റെ അടുക്കൽ വരേണ്ടത്. അപ്പം ആവശ്യമുള്ളവൻ ദൈവത്തിൻ്റെ അടുക്കൽ വരും. ആ ആവശ്യക്കാർ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവം അവരെ വിടുവിക്കാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തോട് നമ്മൾ പറ്റിച്ചേർന്നിരുന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറയും, ഈ സഭയുമായി ബന്ധപ്പെട്ട ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി കൂടെയും പ്രശ്നങ്ങളുടെയും വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ തയ്യാറായി. ഇരുന്നത് കൊണ്ടാണ് ഇത് പൂട്ടിപ്പോകാതെ, ലോക്കായി പോകാതെ ഇത് വീണ്ടും മുന്നോട്ട് പോകാൻ കാരണം. ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കയറിയിരുന്ന് മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ദൈവത്തിനോട് ചേർന്നിരിക്കാനും ഞങ്ങൾ തയ്യാറായപ്പോൾ കർത്താവ് ഇന്ന് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നമ്മളിവിടുന്ന് ഒരാൾ പോയപ്പോൾ അവിടെ എങ്ങനെയുണ്ട് ആ സഭ, അത് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടുന്ന് പോയ ആൾ പറഞ്ഞു, അതിനേക്കാൾ ശക്തമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്.
ഹാലേലു, ഞങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് പൂട്ടാൻ വേണ്ടി നിന്നവരാണ് ചോദിച്ചത് പൂട്ടിയോ ഇല്ലേ എന്ന്. അപ്പോൾ അവർ പറയുന്നത്, അദ്ദേഹം ഇവിടുന്ന് പോയവർ പറഞ്ഞു, നിങ്ങളൊക്കെ അതിനു വേണ്ടി ആഗ്രഹിച്ചു, പക്ഷേ ആ ദൈവദാസിനെ തകർക്കാൻ വേണ്ടി നിങ്ങളെല്ലാം കൂട്ടുനിന്നു. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അദ്ദേഹം ഇരുന്നു, അദ്ദേഹം നിന്നു, അദ്ദേഹം അതുകൊണ്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഹാലേലൂയ. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനിടയാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ മുട്ടിയത്. ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം നിലവിളി കേട്ട് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്തെങ്കിൽ ഇന്ന് പകൽ ആ ദൈവം ജീവനുള്ള ദൈവമാണ്, അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, നടത്തുന്ന ദൈവമാണ്, വീര്യം ചെയ്യുന്ന ദൈവമാണ്. മനുഷ്യൻ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവമുണ്ട്. ഞാനും നീയും മുട്ടുമടക്കേണ്ടത് മനുഷ്യന്റെ മുമ്പിലല്ല, കൈനീട്ടത് മനുഷ്യന്റെ മുമ്പിലല്ല, സഹായിക്കാൻ നമ്മൾ അഭ്യർത്ഥിക്കേണ്ടത് മനുഷ്യന്റെ മുമ്പിലല്ല. 121 സങ്കീർത്തനം പറയുകയാണ്, എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? നിന്റെ സഹായം മനുഷ്യനിൽ നിന്നല്ല, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് നിന്റെ സഹായം വരുന്നു. യാചിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ വാതിൽ തുറക്കുമെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, എത്രത്തോളം നിന്നെ ആൾക്കാർ ലോകം മുഴുവനും നിന്നെ കൈവിട്ടാലും നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. അതിനൊരു വഴിയേ ഉള്ളൂ. ദൈവത്തോട് നീ പറ്റിച്ചേർന്നിരിക്കുകയാണെങ്കിൽ, കർത്താവ് പറയുകയാണ്, പറ്റിച്ചേർന്നിരുന്നാൽ ദൈവം നിന്നെ ഇന്ന് പകൽ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് പറയുന്നതല്ല, ഒരുപാട് കാര്യം ഇതെല്ലാം പറയുന്നത് അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഹാലേലൂയ. പ്രശ്നവും പ്രതികൂലവും കഷ്ടവും വന്നിട്ട് ദൈവം ഒരു തീരുമാനമെടുത്ത് ദിവസസന്നിധിയിൽ കിടന്ന് ഉരുളാനല്ല ഞാൻ പറയുന്നത്. ഇന്നേ നീ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, നല്ല ബലത്തോടെ ഇരിക്കുമ്പോൾ, നീ ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ സമയം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ സകല ആവശ്യങ്ങളും തക്ക സമയം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം കണ്ട് കരുതി, നമ്മൾ പോലും അറിയാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കരുതുകയാണ്. യഹോവയിരേ, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, യഹോവയിരേ. ഹാലേലൂയ. നമ്മളെ ഒരു പാട്ട് പാടും, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, അല്ലേ? ആ പാട്ട് ഭയങ്കര പാട്ടാണ്. ആ പാട്ടൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. നമുക്ക് വേണ്ടി ദൈവം കരുതുന്ന ദൈവമാണ് യഹോവയിരേ. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞു, യഹോവയിരേ. നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം, നിന്നെ കരുതി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ്. അത്ഭുതങ്ങളിലൂടെ നിന്നെ നടത്താം, സൂപ്പർ നാച്ചുറലായി നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നീർത്തോടിനെ, അതിനകത്ത് ഒന്ന്, മാനിനെ പോലെ നീ ദാഹിക്കുമ്പോൾ മാത്രം നീർത്തോട് അന്വേഷിക്കരുത്. എന്നാൽ അതേസമയം മറ്റൊരർത്ഥമുണ്ട്, നിന്റെ ഉള്ളിലൊരു ദാഹം വേണം, നീ ഒരു ആവേശമുള്ളവനായിരിക്കണം. നീ എപ്പോഴും ദൈവത്തിൻ്റെ നിന്ന് കേൾക്കാൻ, കാണുവാൻ, സംസാരിക്കുവാൻ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നീ ആഗ്രഹിക്കണം. ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവനെയാണ് ഇന്ന് പകൽ ദൈവം അനുഗ്രഹിക്കുന്നത്. നീ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുവോ? ഒരു മാന്യനെ പോലെ എനിക്ക് വെള്ളം കുടിക്കും. ദാഹമുണ്ടോ നിനക്ക്? ദാഹമില്ല. പിശാച് നിന്റെ ഉള്ളിനെ ഡ്രൈ ആക്കുമ്പോൾ നിനക്ക് എത്ര ആഴ്ച വീട്ടിൽ ഇരുന്നാലും മതിയാകത്തില്ല. പക്ഷെ ദാഹമുള്ളവന്റെ പ്രത്യേകത, അവന് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും എൻ്റെ വൈഫ് എന്നോട് പറയും, എനിക്ക് ചർച്ചിൽ പോകണം. അവൾക്ക് അവിടെ സുഖമായിട്ട് കയറിയിരിക്കുക, അവൾക്ക് ഒരു വിഷയമല്ല, അവൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കയറി കിടക്കാം. പ്രൈസലോ. പക്ഷെ എല്ലാ ദിവസവും അവൾ എന്നോടാണ്, ഞാൻ ചില ദിവസം പറയും, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പോലും ആൾ പറയുന്നത്, ഞാൻ വരുന്നു, ഞാൻ ആലയത്തിൽ വരുന്നു, എനിക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്, സ്തോത്രം. യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ അഭിഷേകവും കൃപയുമുള്ള പലരും ഇതിനകത്തുണ്ട്. പക്ഷെ അവരാർക്കും ദൈവസന്നിധിയിൽ വരാനുള്ള ദാഹമില്ല എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിന്റെ അകത്ത് ആ ദാഹം വന്നാലേ അപ്പോൾ നമ്മൾ വന്ന് പറയും, അയ്യോ പാഷേ, എനിക്ക് എൻ്റെ പ്രാർത്ഥന മറുപടി, എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടുന്നില്ല, മകൻ മാനസാന്തരപ്പെടുന്നില്ല, തലമുറയുടെ വിവാഹം നടക്കുന്നില്ല, മക്കളുണ്ടാകുന്നില്ല, കടഭാരം മാറുന്നില്ല, അതില്ല ഇതില്ല. പക്ഷേ ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും നടത്താൻ എനിക്കെടുത്ത് തരാൻ പറ്റത്തില്ല. ഞാൻ ദൈവമല്ലല്ലോ, ഞാനൊരു മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ ഞാനും നിങ്ങളെപ്പോലെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കുന്ന ഒരാളാണ്. അപ്പോഴും ഒരൊറ്റ വഴിയുള്ളൂ, നമുക്കെല്ലാവർക്കും ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ ഒരു തീരുമാനമെടുക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, ദാഹമുള്ളവരായിരിക്കുക. ആ ദാഹമുണ്ടെങ്കിൽ നിന്റെ തലമുറയ്ക്ക് ഒരു രോഗം വരത്തില്ല, ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോകേണ്ടി വരത്തില്ല. നിന്റെ തലമുറയെ കൊണ്ട് 48 മണിക്കൂർ ഹോസ്പിറ്റലിൽ ഒരു 1000 രൂപ കൈ കിട്ടിയാൽ, 10,000 രൂപ കൈ കിട്ടിയാൽ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളയുന്ന ഒരു സാഹചര്യം നിന്റെ തലമുറയ്ക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്ന് പകലും നീയും ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് കയറി ഒരു പ്രാർത്ഥനയുടെ മണ്ഡലത്തിൽ ഒരു ദാഹമുള്ള ഒരു വ്യക്തിയായി നീ മാറണം. ഹല്ലേലൂയ. ഇത് സത്യമല്ലേ? അങ്ങനെ ഒരു തീരുമാനം, അല്ല നമുക്ക് രക്ഷയില്ല.
അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരാനേ എനിക്ക് പറ്റുള്ളൂ. നിങ്ങളാരും നിർബന്ധിച്ച് പൊക്കി കൊണ്ടുവന്ന് ഇവിടെ ഇരുത്താനുള്ള അതിനൊന്നും എനിക്ക് കഴിയത്തില്ല. പക്ഷെ ഒരു അഭിഷിക്തൻ എന്നുള്ള ഇത് നമ്മൾ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു വിടുതല, നിങ്ങളാണ് ആവശ്യക്കാർ. ആവശ്യക്കാരൻ വാതിൽ മുട്ടണം. ഹല്ലേലൂയ. വീട്ടിൽ ഇരുന്നാൽ നമുക്ക് ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ആലയം 24 മണിക്കൂറും തുറന്ന് കിടക്കുകയാണ്. ഈ ആലയത്തിനകത്ത് എപ്പോഴും ഇവരുണ്ട്, മാറി 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 അവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇവിടെ തുറന്നിരിക്കുന്നുണ്ട്. ഇന്ന് പകല് ആ തുറക്കപ്പെട്ട സ്വർഗമാണ് ഈ ആലയം എന്ന് പറയുന്നത്. തുറക്കപ്പെട്ട സ്വർഗമാണ്. ഇവിടെ ഇരുന്ന് മടുത്തു പോകത്തില്ല ആരും. അകത്ത് തീയുള്ളവൻ ആരും ഇതിനകത്ത് മടുത്തു പോകത്തില്ല. അകത്ത് അഭിഷേകമുള്ളവരാരും ഈ ആലയത്തിൽ വന്നിരുന്ന മടുത്തു പോകത്തില്ല. ഈ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ വിശപ്പ് നിനക്കുണ്ടാകത്തില്ല, ദാഹം നിനക്കുണ്ടാകത്തില്ല. കാരണം അതിനേക്കാൾ ഉപരി ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നീ കയറുമ്പോൾ ആത്മാവ് നിന്നെ നിറയ്ക്കാനിടയാകും. നീ പൂർവാധികം അഭിഷേകവും ശക്തിയും ആരോഗ്യവും നിനക്കുണ്ടാകും. കാരണം ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്നവന്, ദൈവമായിട്ട് ബന്ധമുള്ളവന് ഒരിക്കലും വിശക്കത്തില്ല. എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് ഓടത്തില്ല. ദൈവസന്നിധിയിൽ ഇരുന്നാൽ നമുക്ക് കഴിക്കണമെന്ന് തോന്നത്തില്ല. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അതാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം തരുന്നത്. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ രോഗിയാക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷിക്കുന്ന വചനം നമ്മളെ നിത്യമായ ജീവിതത്തിൻ്റെ അവകാശമാക്കി മാറ്റും. നമ്മൾ കഴിക്കുന്ന രോഗം കാരണം എത്രയോ കിലോ കണക്കിന് ഗുളിക നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ വിശപ്പിനെ നീ സ്നേഹിച്ചാൽ നീ രോഗിയായി മാറും. എന്നാൽ ആത്മാവിനെ നീ സ്നേഹിച്ചാൽ നീ നിത്യജീവൻ പ്രാപിക്കാനിടയാകും. നീ നിത്യതയിൽ പോകാനിടയാകും. നിത്യ യൗവനം നിനക്ക് ലഭിക്കും. ഒരു മനുഷ്യൻ ദൈവസന്നിധി 2 മണിക്കൂർ ഇരുന്ന് നോക്കും, നിങ്ങളുടെ ഫേസ് മാറും. നിങ്ങളുടെ ആ ഫേസ് ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2-2.5 മണിക്കൂർ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നിങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ആ ശരീരത്തിൻ്റെ തന്നെ ഒരു വ്യത്യാസമാണ്. കാരണം അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ ജീവൻ നിന്നിൽ വ്യാപരിക്കുമ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ നിന്റെ ആ ദൈവത്തിന്റെ തേജസ്സിനാൽ നീ നിറയപ്പെടാനിടയാകുകയാണ്. ഒരിക്കലും അത് നഷ്ടമല്ല. നീ ആലയത്തിലിരിക്കുക, ദുർഗത്തിനകത്തിരിക്കുക, സങ്കേത നഗരത്തിനകത്തിരിക്കുക, അത്യുന്നതനായ ദൈവത്തിന്റെ വാസസ്ഥലത്ത് നീ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നവന് എങ്ങനെയാണ് അനർത്ഥം വരുന്നത്? എങ്ങനെയാണ് അവൻ ക്ഷീണിച്ചു പോകുന്നത്? എങ്ങനെയാണ് അവൻ രോഗിയാകുന്നത്? എങ്ങനെയാണ് അവന് മരണം സംഭവിക്കുന്നത്? ഒരിക്കലും സംഭവിക്കത്തില്ല. വചനം പറയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഇരുന്നാൽ നിനക്ക് ഒരു അനർത്ഥവും ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ സഭയ്ക്കകത്താണ് വന്നിരിക്കുന്നത്, ആലയത്തിലാ. വീട്ടിൽ ഇരുന്നാൽ ചിലപ്പോൾ നിനക്ക് എന്ത് സംഭവിക്കാം? ഹല്ലേലൂയ. റോഡിലായിരുന്നാലും എവിടെയെങ്കിലും നീ എവിടെ ഇരുന്നാലും നിനക്ക് എന്ത് സംഭവിക്കാം? പക്ഷെ നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഇതിനകത്ത് നീ ഇരിക്കുമ്പോൾ ഒരു അനർത്ഥം നിനക്ക് വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീട്ടിൽ കയറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി തട്ടിയും മുട്ടിയും വീണ് കയ്യും കാലും ഒടിഞ്ഞ് വീണ്ടും വന്ന് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കാതെ വീട്ടിൽ നീ ആലയത്തിൽ വരണം. നീ ആലയത്തിനകത്ത് ആത്മനിറവിൽ കയറി വന്ന് ആരാധിച്ചാൽ ഒരു അനർത്ഥവും ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. അവന് ഇതൊന്നും നോക്കാൻ പോകുന്നില്ല. അവൻ ടെസ്റ്റ് ചെയ്യാനും നോക്കാനും ബ്ലഡ് ചെക്ക് ചെയ്യാനും പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ പേടിച്ചു പോകും. പക്ഷേ അവൻ ദൈവസന്നിധിയിൽ വന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ഒരു തീരുമാനം, കർത്താവിൻ്റെ ബന്ധത്തിന് വൈര്യം ഉറപ്പുള്ളവനായി, എനിക്ക് ഒരു ബോൺമാരെയും വേണ്ട, ഒന്നും വേണ്ട, ഒരു ഗുളിയും വേണ്ട, ഒരു ഗുളിക പോലും കഴിക്കാതെ ഇന്ന് ആലയത്തിൽ വന്നിരിക്കുകയാണ് അവൻ. അവന്റെ ക്ഷീണം മാറി, ബലഹീനത മാറിക്കൊണ്ടിരിക്കുന്നു. അവൻ പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അവന് ദൈവത്തിന്റെ ജീവൻ അവന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അവന് ദൈവത്തിന്റെ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തോട് ചേർന്നിരിക്കുന്നവന് മരണം വിഴുങ്ങത്തില്ല. മരണം നിന്നെ തൊടുകയില്ല. ഒരു മന്ത്രവാദങ്ങളും ആഭിചാരവും നിന്നെ തൊടുകയില്ല. കാരണം നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസത്താൽ നീ ജീവിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മള് ഒരു സ്ഥലത്ത് പോയി പരിശോധിച്ച ഒരു 150 ഐറ്റം പറയും. അപ്പൊ തന്നെ നമ്മള് അതിനുവേണ്ടി മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി എത്രായിരം രൂപ നമ്മൾ ചിലവായി പോകുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പൈസയും വാടക കൊടുക്കാനുള്ള പൈസ, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാനുള്ള പണം എല്ലാം നമ്മൾ ചെന്ന് ചെക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് പകല് ദൈവത്തിൻ്റെ വചനത്തിൽ നീ ഉറച്ച് വിശ്വസിച്ച് യേശുവുമായിട്ടുള്ള ബന്ധത്തിനകത്ത്, ദൈവ സാന്നിധ്യത്തിനകത്ത് കയറുമ്പോൾ അനർത്ഥങ്ങൾ നിന്നെ വിട്ടുമാറാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വചനം യിരെമ്യാവിൻ്റെ പുസ്തകം 13:11 പെട്ടെന്ന് വായിക്കാം.
യിരെമ്യാവിന്റെ പുസ്തകം 13:11 വായിച്ചാട്ടെ. പച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ആ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും ആ. യഹൂദ ഗൃഹത്തെ മുഴുവനും ആ. എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് ആ. എന്നോട് പറ്റിയിരിക്കുമാറാക്കി. ആ. അവർക്കോ അനുസരിക്കുവാൻ മനസ്സായില്ല. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, യിരെമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ജനത്തിനോട് ദൈവം പറയുന്നത്, നിങ്ങൾ എനിക്ക് അരക്കച്ചയായി മാറണം. കാരണം നീ എന്നോട് പറ്റിച്ചേർന്ന ഒരു അരക്കച്ച പോലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ അരക്കച്ച കിട്ടുന്നത്? നമ്മളിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അരക്കച്ച കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തോട് ചേർത്ത് ഒരു തുണി കെട്ടുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കാൻ കർത്താവ് ജനത്തിനോട് പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ ആലോചന ദൈവജനം കേട്ടില്ല. അവർക്ക് അനുസരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ദൈവം പറഞ്ഞ, നീ എനിക്ക് അരക്കച്ച പോലെ എന്നോട് ചേർന്നിരുന്നാൽ ഞാൻ നിനക്ക് എന്തൊക്കെ തരും എന്ന് പറയുന്നത്? കീർത്തി തരും, പ്രശംസ തരും, എൻ്റെ ജനമാക്കും, അലങ്കാരമാക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ അലങ്കാരമാക്കും. നിന്നെ ഞാൻ കീർത്തിമാനാക്കി മാറ്റും. ഞാൻ നിന്നെ പ്രശംസ പാത്രമാക്കി മാറ്റും. നീ എൻ്റെ ജനമായിരിക്കും. പക്ഷെ നീ എനിക്ക് അരക്കച്ചയ പോലെ ആയിരിക്കണം. ചേർന്ന് കർത്താവെന്ന സഭയോട് ചേർന്നിരിക്കണം. പറഞ്ഞാട്ടെ, സഭയോട് ചേർന്നിരിക്കണം. ആലയത്തിനകത്ത് വരണം, പുഷ്ടി പ്രാപിക്കും. ആലയത്തിനകത്താണ് പുഷ്ടി ഇരിക്കുന്നത്. ആലയത്തിനകത്താണ് നിനക്ക് സകലം വെച്ചിരിക്കുന്നത്. ഈ ആലയത്തിനകത്ത്, ദൈവസഭയ്ക്കകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഇടത്ത് നീ വന്നാൽ ഇതൊരു തോട്ടമാണ്. ഈ തോട്ടത്തിനകത്തൂടെ 4 നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ജീവന്റെ ജലനദി ഒഴുകുന്നത് ഈ തോട്ടത്തിനകത്ത് നിന്നാണ്. ഇതിനകത്ത് നീ പ്രാർത്ഥനയിലും ആരാധനയിലും സ്തുതി എന്ന മേലാടെ അണിഞ്ഞ് ആനന്ദ നൃത്തം ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്തിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് പിശാചിട്ടിരിക്കുന്ന ഹിഡൻ അജണ്ടകളും എല്ലാം മരണക്കെട്ടുകളും മന്ത്രവാദങ്ങളും ആവിചാരങ്ങളും എതിർ പ്രാർത്ഥനകളും ശാപങ്ങളും നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറയ്ക്കും വിരോധമായ പിശാചിന്റെ സകല പദ്ധതികളും അടിച്ചിട്ട് എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിച്ച് നീ ഒരു കീർത്തിമാനായി, പ്രശംസാ പാത്രമായി, അലങ്കാരമായി നിന്നെ ദൈവം മാറ്റുമെന്നാണ് വചനം പറയുന്നത്. മോശയ്ക്ക് ശേഷം എന്തുകൊണ്ടാണ് മോശയുടെ മക്കളെ ദൈവം തിരഞ്ഞെടുക്കാത്തത്? ഹല്ലേലൂയ. ചിന്തിച്ചിട്ടുണ്ടോ? മോശയല്ലേ ദൈവത്തിന്റെ അഭിഷിക്തൻ? മോശയല്ലേ ദൈവം തിരഞ്ഞെടുത്തത്? എവിടെ വെച്ച്? മരുഭൂമിയിൽ വെച്ച്, മിദ്യാനിൽ വെച്ച് മോശയെ തിരഞ്ഞെടുത്തു. മിദ്യാനിലെ ആ പുരോഹിതൻ, പൈശാചിക ശക്തികളെ ആരാധിക്കുന്ന മിദ്യാനിയ പാരമ്പര്യ പുരോഹിതനായിരുന്നു. അവരൊക്കെ മറ്റൊരു റൂട്ടിൽ അവര് ദൈവങ്ങളെ ആരാധിച്ചും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്ന കുടുംബത്തിനകത്ത് നിന്ന് മോശയ്ക്ക് ഒരു പെണ്ണിനെ കിട്ടി. അപ്പോൾ ചരിത്രം പറയുന്നത്, അങ്ങനെയുള്ളവർ ഒരു പെൺകുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉപാധികളുണ്ട്. ഒന്ന്, നിനക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കണം, അവരുടെ പുരോഹിതന്മാരാക്കണം. 2, നിന്റെ ഭാര്യയും കൊണ്ട് നിനക്ക് പോകാൻ പറ്റത്തില്ല, നിന്റെ ജനത്തിൻ്റെ അടുക്കൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഉടമ്പടികളൊക്കെ ചെയ്ത് അപ്പം മോശയെ സംബന്ധിച്ച് ഓടി വന്നു. മോശയെ സംബന്ധിച്ച് ഭാവി എന്തെന്ന് അറിയത്തില്ല. സകല വഴിയും ഇരുളടഞ്ഞു. ഇനി മരണം വരെ, ഇപ്പം തന്നെ എനിക്ക് 40 വയസ്സായി. അദ്ദേഹം പറഞ്ഞു, ഇനി അടുത്തൊരു 40 വർഷം അല്ലെങ്കിൽ 100 വർഷം കൂടെ ജീവിച്ച് അങ്ങ് മരിക്കാം എന്ന് പറഞ്ഞ് അവിടെ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ഓക്കെ പറഞ്ഞ് സിപ്പാറ എന്ന് പറഞ്ഞ സുന്ദരിയായ മിദ്യാനിയ പുരോഹിതൻ്റെ മകളെ കെട്ടി അവിടെ ജീവിച്ചപ്പോൾ അടുത്ത 40ാമത്തെ വർഷം 80 വയസ്സായപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി ചരിത്രം മാറ്റി. ഹല്ലേലൂയ. അപ്പോൾ മോശ ഭാര്യയും മക്കളെയും കൊണ്ട് എനിക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞു. പോയ സമയത്ത് വഴിയിൽ വെച്ച് ഇളയ മകനെ പരിച്ഛേദന കഴിച്ചു മോശ, മൂത്ത മകനെ പരിച്ഛേദന കഴിച്ചില്ല. ഹല്ലേലൂയ. അവന് പോകുന്ന വഴിയിൽ അവരുടെ പൈശാചി സർപ്പം എന്നൊക്കെ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഒരു ദൈവത്തിൻ്റെ ദൂതൻ എന്ന് പറയുന്നുണ്ട്. കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവർ കൊണ്ടുപോകുന്നത് പാരമ്പര്യത്തിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. മിദ്യാനിയ പാരമ്പര്യത്തിൽ നിന്നും ജീവനുള്ള ദൈവത്തിൻ്റെ വിളി കേട്ട് മോശ ഭാര്യയും മക്കളെയും കൊണ്ട് പോയപ്പോൾ അന്ന് വരെ സേവിച്ച പൈശാചിക ശക്തികൾ വഴിയിൽ വെച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ആ നിമിഷം സിപ്പോറ എന്ന ബുദ്ധിമതിയായ സ്ത്രീ തൻ്റെ മൂത്ത മകൻ്റെ അഗ്രചർമ്മത്തെ കൽക്കത്തി കൊണ്ട് വെട്ടി ആ ദൈവസന്നിധിയിൽ ഇടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ നിമിഷം തന്നെ ബാധ വിട്ടുമാറി.
അവൾ ബുദ്ധിമതിയാണ്. അവൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ യഹോവ എന്ന ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് ദൈവവചന അകത്ത് കയറിയവളാ മോശയോടുകൂടി ജീവിച്ച്. ബുദ്ധിമതിയായ അവള് മോശയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ, സംഹരിക്കാൻ ദൂതം വന്ന് നിന്നപ്പോൾ ആ പാരമ്പര്യ ശക്തിയെ തകർക്കാൻ വേണ്ടി അവൾ അത് ചെയ്യാനിടയായി. പക്ഷെ എന്ത് സംഭവിച്ചു? പിൽക്കാലങ്ങളിൽ അത് ഇവിടെ ഭാര്യ മക്കളെ കൊണ്ടുവന്നെങ്കിലും അഹരോൻ പറഞ്ഞു, നിന്റെ ഭാര്യ മക്കളും ഈ കഷ്ടത്തിൻ്റെ ഇടയിൽ കിടക്കണ്ട, തിരിച്ചയക്കാൻ പറഞ്ഞു. തിരിച്ചയച്ചു. പിന്നെ മരുഭൂമി പ്രയാണത്തിലാണ് മിദ്യാനിയ പുരോഹിതനായ ഇത്രോ തൻ്റെ ഭാര്യ പിന്നെ മക്കളെയും കൊണ്ട് വീണ്ടും മോശയുടെ അടുക്കൽ വന്നു. കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നതിന് ശേഷം പോയി. പക്ഷേ മോശ മരിക്കുന്നതിന് മുമ്പ് മോശ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ അടുത്ത അനന്തരാവകാശികൾ എൻ്റെ തലമുറ ആകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ആയില്ല. ദൈവം തിരഞ്ഞെടുത്ത ആരെയാണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ ആലയം വിട്ടുപിരിയാതെ മോശയേക്കാൾ ഉപരി ദൈവത്തോടു കൂടെ ചേർന്നിരുന്ന യോശുവയെ അടുത്ത ലീഡറായി ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ, മോശയെ ഒരു മനുഷ്യനെ ദൈവം നോക്കാറില്ല. അഭിഷിക്തനും മോശ എന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ ശരീരത്തിനെ പ്രതി പിശാച് വരെ വാദിക്കുമ്പോഴും ദൈവം മോശയുടെ ശരീരം വിട്ടുകൊടുക്കാതെ, അത്രയ്ക്ക് മോശയെ സ്നേഹിക്കുന്ന ദൈവം തൻ്റെ തലമുറയെ കൈവിട്ട് കളഞ്ഞു. കാരണം ആ തലമുറകൾ അല്പകാലം മിദ്യാനിൽ പോയപ്പോൾ വീണ്ടും പൗരോഹിത്യം അവിടെ നിന്ന് പഠിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായി മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം മോശയുടെ തലമുറകളെ അടുത്തൊരു ജനറേഷനെ ലീഡറായി തിരഞ്ഞെടുത്തില്ല. ദൈവം ലീഡറായി തിരഞ്ഞെടുത്തത് ആലയം വിട്ടുമാറാതിരുന്ന യോശുവയെ ആണെങ്കിൽ, ഇന്ന് ദൈവം ഒരിക്കലും ശ്രീജുവിന്റെ തലമുറയെ തിരഞ്ഞെടുക്കണമെന്നില്ല, ഷിജുവിന്റെ തലമുറയെ തിരഞ്ഞെടുക്കണമെന്നില്ല. ദൈവത്തിന്റെ ആലയത്തിനകത്ത് ആലയം വിട്ടുമാറാതെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അരക്കച്ചകളായിരിക്കുന്ന ചിലരെ ഇന്ന് പകൽ ദൈവം അടുത്ത ലീഡറായി, അടുത്ത അഭിഷിക്തനായി, അടുത്ത ശുശ്രൂഷകനായി, അടുത്ത ആത്മനിറവുള്ളവരായി, അടുത്ത വെളിപ്പാടുള്ളവരായി, അടുത്ത ദൈവശബ്ദം കേൾക്കുന്നവരാക്കി ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15:5 വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. കൊമ്പുകളുമായി പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഫലം എന്നെ പിരിഞ്ഞ്, അപ്പൊ ദൈവത്തെ പിരിഞ്ഞിരിക്കുന്ന ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടാകും, ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിൽ വസിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വസിച്ചാൽ മാത്രമേ നിനക്ക് വളരെയധികം ഫലം കായ്ക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ അത്തിവൃക്ഷത്തിൻ്റെ മുമ്പിൽ വന്നെന്ന കർത്താവ് ഫലമുണ്ടോ നോക്കിയപ്പോൾ ഇല്ല, അത് കരിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു. ഫലം കാണാതെ പോകരുത് എന്ന്. നിന്റെ ലൈഫിൽ ഫലം കായ്ക്കണമെങ്കിൽ, ഫലം ഉണ്ടാകണമെങ്കിൽ കർത്താവിൽ വസിക്കണം. ആ മുന്തിരി വള്ളിയാകുന്ന ക്രിസ്തുവിൽ കൊമ്പുകളാകുന്ന നമ്മൾ വസിക്കുമ്പോൾ ഇന്ന് നിന്നിലൊരു ജീവൻ വ്യാപരിക്കും. നീ ഫലം കായ്ക്കുവാനിടയാകും. വേറൊരു വഴി, എന്നിൽ വസിക്കാത്ത ഒരുവനും ഫലം കായ്ക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ വസിച്ചാൽ മാത്രമേ ഫലം കായ്ക്കാൻ പറ്റൂ. ദൈവത്തോടു കൂടി നടക്കുക. അതാണ് ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു. ആരൊക്കെ ദൈവത്തോടു കൂടി നടന്നു അവരെല്ലാം ഫലം കായ്ച്ചു, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവമായിട്ടൊരു ബന്ധം വരണം. നമുക്ക് ഓരോ വ്യക്തികളുമായി ബന്ധത്തിലല്ലേ നമുക്ക് ഓരോ നന്മ കിട്ടുന്നത്. ഒരു ജോലിക്ക് പോകുന്നു, ആ ജോലി സ്ഥാപനത്തോടുള്ള ബന്ധത്തിലാണ് 8 മണിക്കൂറുള്ള ജോലി ചെയ്യുമ്പോഴാണ് ശമ്പളം കിട്ടുന്നത്, അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ഒരു ഫലം ഉണ്ടാവണ ഒരു കമ്പനിയിൽ ചെന്ന് ജോലിക്കുകയാണ്, ആ കമ്പനിയുമായി ബന്ധപ്പെടുമ്പോഴാണ് അവർ നമുക്ക് ശമ്പളം തരുന്നത്. എന്നതുപോലെയാണ് നമ്മൾ ദൈവമായിട്ടുള്ളൊരു ബന്ധമുണ്ടെങ്കിലേ നമ്മൾ അടുത്തപ്പോൾ ഒരു ഞായറാഴ്ച വന്ന് കുറച്ച് പേര് അരമണിക്കൂർ ആൾക്കാരെ പറ്റിക്കാതിരുന്നിട്ട് പിന്നെ ഒരു 1 വീക്ക് മുഴുവനും അവനവൻ്റെ ഇഷ്ടത്തിന് നടക്കുന്നവന് അങ്ങനെയുള്ളവരെയൊന്നും ദൈവം അനുഗ്രഹിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് വ്യക്തിപരമായി നീയും ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടാകണം, ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. പ്രാർത്ഥന എന്ന് പറയുന്നത് വർക്കല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ജോലിയല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? അത് ജോലിയായിട്ടാണ് പലരും കാണുന്നത്. പ്രാർത്ഥിക്കാൻ വരണം, ഓ എനിക്ക് വയ്യ, 1 മണിക്കൂർ 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ വരണം. മുട്ടുവേദന, കാലുവേദന, കൈവേദന. എന്താണ് ഈ പ്രാർത്ഥന? ഒരു ജോലിയല്ല, പ്രാർത്ഥന ഒരു ബാധ്യതയല്ല, പ്രാർത്ഥന ഒരു വലിയ കാര്യമല്ല. അതായത് ഒരു ജോലി പോലെയാണ് പലരും കാണുന്നത്. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരണമെന്ന് പറഞ്ഞാൽ ലോറിയിൽ നിന്ന് ലോഡിറക്കാൻ വിളിച്ചിരിക്കുന്നവരെയാണ് ചിലരുടെ മുഖം മാറുന്നത്. അതല്ല, അത് ദൈവത്തോട് സംസാരിക്കാനാണ് വിളിക്കുന്നത്.
പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സംസാരമാണ്. അപ്പോൾ ദൈവത്തോട് സംസാരിക്കാൻ മടി, ദൈവത്തോട് സംസാരിക്കാൻ താല്പര്യമില്ല, ദൈവസന്നിധിയിൽ ഇരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഇരിക്കുമ്പോൾ തന്നെ ഉറക്കം, ക്ഷീണം, മന്ദത. അപ്പോൾ ആ വ്യക്തിയുടെ രക്ഷ അല്ലെങ്കിൽ ആ വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധത്തെ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അതിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. പ്രൈസലോ. എന്താ പറഞ്ഞാൽ ഒരു താല്പര്യം ഇല്ല സംസാരിക്കാൻ, യേശുവിനോട് ഒരു ഇഷ്ടവും ഇല്ല. പിന്നെ പാസ്റ്റർ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിക്കൊണ്ട് ഇരിക്കുക അല്ലേ. പക്ഷേ അതേസമയം ഒരു നല്ല താല്പര്യമുള്ള ഒരാൾ കോൾ ചെയ്യണമെങ്കിൽ പക്ഷേ 1 മിനിറ്റ്, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ആ സമയം മുഴുവൻ ഇപ്പം മനുഷ്യനോട് സംസാരിക്കുന്നതിൽ കാണിക്കുന്ന ഒരു വ്യഗ്രതയും ഉത്സാഹവും ഇഷ്ടവും താല്പര്യവും പോലും സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ വെളിപ്പാട് അകത്ത് കയറാത്തത് കൊണ്ടല്ലേ, പ്രാർത്ഥന ഒരു ജോലിയായി കാണുന്നത് കൊണ്ടല്ലേ, പ്രാർത്ഥന എന്തോ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ജോലി പോലെ, ഭാരം പോലെ കാണുന്നത് കൊണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ എൻ്റെ പ്രാണപ്രിയനോട്, എൻ്റെ രക്ഷകനോട്, എന്നെ നടത്തുന്ന വ്യക്തിയോട്, എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ടൊരു കൂട്ടുകാരനോട്, ഹല്ലേലൂയ, എൻ്റെ പ്രാണ സഖിയോട് അല്ലെങ്കിൽ ഒരു പ്രണയിനിയോട്, ഒരു കാമുകനോട്, കാമുകിയോട് സംസാരിക്കുന്നതിനേക്കാൾ അധികമായി യേശുവിനോട് സംസാരിക്കാൻ എന്താ നിനക്ക് സാധിക്കാത്തത്? ആ യേശുവിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ എന്താ നിനക്ക് കോൺസെൻട്രേഷൻ ഇല്ലാത്തത്? എന്താ മറ്റുള്ള ഫോണുകൾ വരുമ്പോൾ എടുത്തോണ്ട് ഓടുന്നത്? ഇന്ന് പകൽ ആ ദൈവസന്നിധിയിൽ എല്ലാം മാറ്റിവെച്ച് സംസാരിക്കാൻ നിനക്ക് സാധിക്കാത്തതിന് കാരണം അതാണ് പറഞ്ഞത്. ഈ നമ്മൾ ആദ്യം അറിയേണ്ടത് പാട്ടും പ്രാർത്ഥന ആരാധനയല്ല, നീ യേശു ആരാണെന്ന് അറിയണം. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് നിന്നെ നടത്തുന്ന ആരാണ്? ഭർത്താവാണോ? നിന്നെ നടത്തുന്നത് മക്കളാണോ? നിന്നെ നടത്തുന്നത് ആരെങ്കിലും ആണോ? അതോ യേശു ആണോ നിന്നെ നടത്തുന്നത്? 23-ാം സങ്കീർത്തനം പറയുന്നത് പോലെ നിന്നെ നടത്തുന്ന ആ ഇടയൻ യേശു ആണെന്നൊരു ഉറപ്പ് നിനക്കുണ്ടോ? ആ വെളിപ്പാട് നിന്റെ അകത്ത് കയറുമ്പോഴേ ഈ ആളിനോട് സംസാരിച്ചാലേ എൻ്റെ കാര്യം നടക്കും അല്ലേ. പലരും വന്ന് സംസാരിക്കാൻ വേണ്ടി, യഥാർത്ഥമായി എനിക്ക് കർത്താവിനോട് സംസാരിച്ചാലേ എൻ്റെ കാര്യങ്ങൾ നടക്കൂ. ഞാൻ ജീവിക്കണമെങ്കിൽ, ഞാൻ 1 സെക്കൻഡെങ്കിലും ജീവിക്കണമെങ്കിൽ, എൻ്റെ അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടണമെങ്കിൽ, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ, എനിക്കൊരു വാതിൽ തുറന്നു തരണമെങ്കിൽ, ഞാൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഞാൻ സൗഖ്യമാകണമെങ്കിൽ, എനിക്ക് ജോലി ലഭിക്കണമെങ്കിൽ, എനിക്ക് തലമുറ ഉണ്ടാകണമെങ്കിൽ, എൻ്റെ വിവാഹം നടക്കണമെങ്കിൽ, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ബിസിനസിന്റെ അഭിവൃദ്ധി നടക്കണമെങ്കിൽ, ഏത് കാര്യമാണെങ്കിലും ഞാൻ നിത്യതയിൽ പോകണമെങ്കിൽ, ഇതിന് ലോകത്ത് ഇന്ന് എനിക്ക് ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട വ്യക്തി ഈ ലോകത്ത് എല്ലാവരെക്കാൾ അധികമായി യേശുവാണ്. ആ യേശു എന്ന ആ പരമപ്രധാനിയായ വ്യക്തിയോട് സംസാരിക്കാതെ എനിക്ക് ഒരു നിമിഷം പോലും, ഒരു ദിവസം മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല. അവനാണ് എൻ്റെ സ്റ്റെപ്പുകൾ തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ നാശകരമായ കുഴിയിൽ നിന്നും, പുഴഞ്ഞ ചേറ്റിൽ നിന്നും വിടുവിക്കുന്നവൻ. കൂരിരുട്ടിൽ കൂടി നടന്നാലും നിന്നെ വിടുവിക്കാൻ നിന്റെ ചുറ്റുമുള്ളവരാരും വരത്തില്ല. എല്ലാവരും അവിടെ ഇവിടേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിലെ കൂരിരുട്ടിന്റെ അനുഭവം വരുമ്പോൾ നീ മനസ്സിലാക്കും നിന്റെ ഏറ്റവും അടുത്ത ആൾ ആരാണെന്ന്. അത് യേശു അല്ലാതെ മറ്റാരുമല്ല. നിന്റെ ലൈഫിലെ കൂരിരുളിന്റെ താഴ്വരകളിൽ നീ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇവിടെ പോയി, എല്ലാവരും മാറിപ്പോയി. ദാവീദ് നിലവിളിച്ച് പറഞ്ഞത് കൊണ്ടാണ്, എന്റെ അപ്പനവിടെ, എന്റെ അമ്മയോടെ, എന്റെ സഹോദരങ്ങളവിടെ, എന്റെ ഭാര്യയുടെ ആരും എനിക്കില്ല. ഇതാ ഞാൻ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പാപത്താൽ ഉരുവായി. എന്റെ കർത്താവേ, എനിക്ക് അങ്ങല്ലാതെ ആരുമില്ല, എന്നെ ഈ സോപ്പ് കൊണ്ട് കഴുകണം. ഹല്ലേലൂയ. ദാവീദിന്റെ 20 വർഷത്തെ മരുഭൂമിയിൽ ആരുണ്ടായിരുന്നു? യേശു. ഹല്ലേലൂയ. നിന്റെ ലൈഫ് ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് കൂരിരുളിന്റെ അനുഭവങ്ങളിലൂടെ പോകേണ്ടി വരാം. ഹല്ലേലൂയ. ഭർത്താവിന് നിന്നെ വിടുവിക്കാൻ പറ്റത്തില്ല. കരഞ്ഞോണ്ട് നിൽക്കാനേ വരും. ചിലപ്പം കരയില്ല, നോക്കിക്കൊണ്ട് നിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഒരുപക്ഷെ നിനക്കൊരു തലവേദനയുടെ ഗുളിക പോലും വാങ്ങിച്ചു തരാൻ ആ മനുഷ്യന്റെ കയ്യിൽ ഒരു രൂപ കാണണമെന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭാര്യയ്ക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല.
നിന്റെ ഭർത്താവിനെ രക്ഷിക്കുക ഇല്ല. മക്കളോ സമയത്ത് കാണത്തില്ല, എവിടെങ്കിലും ആയിരിക്കും. പിന്നെ ആരുണ്ട് സമയത്തിന്? കർത്താവുണ്ട്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി ജീവിക്കുന്നവനാണ് ബുദ്ധിമാൻ. അപ്പോൾ നല്ല ആരോഗ്യത്തോട് ഇരിക്കുമ്പോൾ ബുദ്ധിയുള്ളവനാണെങ്കിൽ ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവമായിട്ട് സംസാരിക്കുന്നതിൽ ഒരിക്കലും അവന് ഒരു മടുപ്പ് തോന്നത്തില്ല. കാരണം ഈ ദൈവത്തോട് എത്ര മണിക്കൂർ സംസാരിച്ചാലും എനിക്ക് നന്മയുണ്ടാവും. വേറെ മനുഷ്യരോട് സംസാരിച്ചാലോ, കുറച്ച് സംസാരിച്ചാൽ നമുക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യമോ ഒരു മെസ്സേജോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്ലോക്ക്. അടുത്ത നിമിഷം എന്ത് പറയും? ബ്ലോക്ക് ചെയ്യും. ശരി, ഓക്കെ, നമുക്കിനി ഇവിടെ വെച്ച് ബന്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു പോകുന്നവരാണ് മനുഷ്യരെല്ലാം. പക്ഷേ കർത്താവ് എത്രയൊക്കെ നമ്മളെ ഇറിറ്റേറ്റീവായ ക്യാരക്ടറായ നമ്മുടെയൊക്കെ സ്വഭാവം കണ്ട് എപ്പോഴേ ദൈവം ബ്ലോക്ക് ചെയ്തിട്ട് പോകാൻ. ഇന്ന് വരെ ദൈവം നിന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇതുവരെ ദൈവം നിന്നോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയിട്ടില്ല. ഇതുവരെ നിന്റെ സംസാരം കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഇറിറ്റേറ്റ് ആവുന്നെന്ന് പറഞ്ഞിട്ടില്ല. ഇതുവരെ നിന്റെ കോപം കണ്ടിട്ട് ഇട്ടിട്ട് പോയിട്ടില്ല. ഇതുവരെ നിന്റെ പാപം കണ്ടിട്ട് ഇട്ടിട്ട് പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ യേശുവിൽ നിന്ന് നീ സംസാരിക്കണം. നീ മടുത്തു പോകരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ദൈവം ആരാണെന്നും ദൈവത്തോട് സംസാരിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ല, ഒരു താല്പര്യവും ഇല്ല. അപ്പോൾ താല്പര്യമുള്ളവർ വന്നാൽ എത്ര മണിക്കൂർ നമ്മൾ സംസാരിക്കും. ലോകത്തിലപ്പോൾ ഏറ്റവും കൂടുതൽ നീ സ്നേഹിക്കുന്നത് ആരാണ്? യേശുവിനോടാണോ? നീ യേശുവിനോട് സ്നേഹം തോന്നിയാൽ സംസാരിക്കുന്നതിലും ഒരു മടുപ്പും തോന്നുന്നില്ല, അല്ലേ? സ്നേഹമുള്ളവരോടല്ലേ നിങ്ങൾ സംസാരിക്കുന്നല്ലേ? നിങ്ങൾക്ക് നല്ല സ്നേഹമുള്ളവരോട് എത്ര സമയം സംസാരിച്ചാലും മടുക്കോ? ഇല്ല. ചിരിച്ച് സംസാരിച്ച് കോമഡിയൊക്കെ പറഞ്ഞ് എത്രത്തോളം നിങ്ങൾ സന്തോഷമായിരിക്കും. 1 മണിക്കൂർ സംസാരിക്കുമ്പോൾ എത്ര പ്രാവശ്യം ചിരിക്കും സ്നേഹിക്കുന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ. ഇവിടെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ആരോ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയത് പോലെയാണ് ചില ആൾക്കാരിയ്ക്കുന്നതല്ലേ. കണ്ണൊക്കെ മുഴപ്പിച്ച് മുഖമൊക്കെ മാറി വളരെ വെളുത്ത് ഇങ്ങനെ സമയം നോക്കി ക്ലോക്ക് നോക്കി എപ്പോൾ പോവാം, എവിടെ പോകണമെന്തോ. ഈ ധൃതിപ്പെട്ട് പോയവരൊക്കെ വീണ്ടും മുടന്തിയാണ് വരണം. വീണ്ടും ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയാൽ രക്ഷപ്പെടണം. നമ്മുടെ ലൈഫ് മുടന്ത് പിടിച്ച് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത നമുക്ക് വായിക്കാം സംഖ്യാപുസ്തകം 13:30. അപ്പോൾ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഞാനും നീയും പറ്റിച്ചേർന്നിരുന്നാൽ ചില നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകും. ചില പ്രത്യേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകാൻ പോവുകയാണ്. ഒന്ന് വായിച്ചാട്ട് സംഖ്യാപുസ്തകം 13:30. ആ ആ ആ ആ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ കാലേബ് ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുന്നവനാണ്. ആ കാലഘട്ടത്തിൽ മോശ കഴിഞ്ഞാൽ യോശുവ ആലയം വിട്ടുപിരിയാതിരിക്കുന്നു. 2 കാലേബ് ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ, വേറൊരു അഭിഷേകമുള്ളവൻ എന്നാണ് ദൈവം തന്നെ കാലേബിനെ കുറിച്ച് പറയുന്നത്. സാധാരണ ദൈവം ആരെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയും, വളരെ ചുരുക്കം പേരെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അഭിപ്രായം പറഞ്ഞ ഒരാളാണ് കാലേബ്. വേറൊരു ആത്മാവുള്ളവൻ, കാരണം ധൈര്യമുള്ളവൻ, ഉറപ്പുള്ളവൻ, വിശ്വാസമുള്ളവൻ. എങ്ങനെ ഈ വിശ്വാസം കിട്ടി? എങ്ങനെ ഈ ധൈര്യം കിട്ടി? ഇത്രയും 30 ലക്ഷം ജനങ്ങളുടെ ഇടയിൽ 2 പേർക്കേ ഉള്ളൂ ധൈര്യവും ഉറപ്പും വിശ്വാസം. വേറെ ആർക്കും ഈ ഉറപ്പും ധൈര്യവും ഇല്ല. അവർ 12 പേരെ കനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി മോശ അയച്ചു. 12-ൽ 10 പേരും മടങ്ങി വന്നിട്ട് അവർ വലിയ മുന്തിരിക്കൊല കണ്ടതും ഒന്നുമല്ല പറഞ്ഞത്. ചില ആൾക്കാർ അങ്ങനെയാണ്, നെഗറ്റീവേ കാണൂ. മുന്തിരിക്കൊലയുണ്ടല്ലോ, 2 വലിയ മല്ലന്മാര് നിലമരം മുട്ടിക്കിടക്കുന്ന വലിയ, ഇന്നുവരെ നമ്മളൊന്നും കണ്ണി കൊണ്ട് കാണാത്ത വലിയ മുന്തിരിക്കൊല ഈ തോളിൽ വെച്ചാണ് കൊണ്ടുവന്നത്. പക്ഷേ യോശുവയും കാലേബും കണ്ടത് മുന്തിരിക്കൊലയും പാലും തേനും. ദൈവം നമുക്ക് തന്ന എന്തോ അനുഗ്രഹിക്കപ്പെട്ട ദേശം. അവരിങ്ങനെ ചുറ്റി നടക്കുക. എല്ലാ 12 പേരുണ്ട്, ഇവരൊക്കെ ഇങ്ങനെ ദേശം ചുറ്റി നടക്കുക. അപ്പോൾ ദൈവമായിട്ട് പറ്റിച്ചേർന്ന് സംസാരവും ബന്ധവും ഉറപ്പും. പിന്നെ ദൈവമാണ് ഞങ്ങളെ ഇതിൽ നിന്ന്, ഈ ചെങ്കടലിൽ നിന്ന്, ഇവിടെ ചെങ്കടലൊക്കെ വഴി മാറ്റി മിസ്രൈമിൽ നിന്ന് 400 വർഷത്തെ കെട്ട് പൊട്ടിച്ച് കൊണ്ടുവന്നെന്ന് ഉറപ്പ്. അകത്ത് വെളിപ്പാടുള്ളവൻ്റെ നോട്ടം മുന്തിരിക്കൊല. ദൈവത്തിൻ്റെ വാഗ്ദത്തം പറഞ്ഞതുപോലുള്ള സ്ഥലമാണോ ഇത്?
പിന്നെ ഈ സ്ഥലം ഞങ്ങൾക്ക് തന്നതിന് സ്തോത്രം, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ഞങ്ങൾക്ക് ദൈവം തന്നതിനായി നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ 10 പേര് അവിടെ നോക്കിയത് എന്നറിയാമോ? മുന്തിരിക്കൊലയല്ല, ദേശമല്ല, അവർ കണ്ടത് മല്ലന്മാരെ. 2 പേരുടെ കാഴ്ചപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തിലൊക്കെ വന്ന് ആരാധനയും പ്രാർത്ഥന, പക്ഷേ നമ്മൾ കാണുന്നതൊക്കെ നെഗറ്റീവേ കാണൂ, നെഗറ്റീവേ പറയൂ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പോസിറ്റീവായിട്ടുള്ള കാര്യമൊന്നും പറയുന്നില്ല. അത് ചില ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്. കാരണം അകത്ത് സംഭവമില്ല, ഇതങ്ങോട്ട് ശരിയാവുന്നില്ല, ഇന്നത്തെ അത് അങ്ങോട്ട് ശരിയായില്ല, ഇത്ര പേരേ ഉള്ളൂ. ചില ആളുകൾ അയ്യോ കുറച്ച് പേരേ ഉള്ളൂ, കർത്താവുണ്ടല്ലോ, ഇന്ന് ആളൊന്നുമില്ല ഭാഷ, ഇന്ന് സ്വോത്ര കാഴ്ചക്ക് ഇത്രയേ ഉള്ളൂ അല്ലേ? കർത്താവുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലര് ഇതൊക്കെയാണ് കാണുന്നത്, ചിലരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണത്. ഹല്ലേലൂയ, സ്തോത്രം. പലരുടെയും കാഴ്ചപ്പാടിനനുസരിച്ച് അവർ ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ അഭിപ്രായങ്ങൾ പറയും. പണ്ടൊക്കെ നെടുമങ്ങാടൊക്കെ ആയിരുന്നപ്പോൾ ശ്രീജു പാസ്റ്റർ എന്തൊരു തീയായിരുന്നു, ഇപ്പൊ തീയൊന്നുമില്ല, എല്ലാം കെട്ടുപോയി. നിന്റെ മുഖം കണ്ട എങ്ങനെ തീ വരും? ഹല്ലേലൂയ. അത് അവിടെ ഇവിടെയൊക്കെ ചെന്ന് നിന്ന് പറയും. ഇപ്പോഴെന്ത് നടക്കുന്നു, ഇവിടെ വിടുതലുണ്ടോ എന്നുള്ളത് കാണുന്നില്ല. ഒരുപാട് പേര് വിടുതൽ പ്രാപിച്ചുകൊണ്ട്, പക്ഷേ ഇവർക്ക് മാത്രം വിടുതലില്ല. ഇപ്പൊ പഴയ പോലെ വിടുതലൊന്നുമില്ല, പക്ഷെ എല്ലാ ആഴ്ച ആൾക്കാർ കയറുന്ന വിടുതലിന്റെ സാക്ഷ്യം പറയുക. മനസ്സിലായോ? അപ്പോൾ പലരുടെ നെഗറ്റീവ് പറയുന്ന ചില ആൾക്കാരുണ്ട്. അവരിനി വാരി കോരി തലയെ കൂടെ തട്ടിക്കൊടുത്താലും അവർ നെഗറ്റീവേ പറയൂ. നിങ്ങളെയൊക്കെ ദൈവം എന്തിനാ വിളിച്ചതാണ്? എന്തിനാ കർത്താവ് ഇങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ച് കർത്താവിനെ വേണ്ടി വെച്ചിരിക്കുന്നത് ഞാൻ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവം വിളിച്ചത് നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പറയാനല്ല, നിന്റെ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര വാരിക്കോരി ദൈവം തന്നാലും അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ദൈവം അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ, ദൈവം ഉയർത്തിയിട്ടേ ഉള്ളൂ, ദൈവം നന്മ വാരിക്കോരി തന്നിട്ടേ ഉള്ളൂ. അത് കാണാനുള്ള കണ്ണില്ല നമ്മുടെ മുമ്പിൽ. അതിന് പകരം നെഗറ്റീവുകൾ വാരി അങ്ങ് വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നിന്റെ ലൈഫ് നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് യോശുവ കാണുന്നതും കാലേബ് കാണുന്നതും മുന്തിരിക്കൊല, പക്ഷെ 10 പേര് കാണുന്നത് മല്ലന്മാരെ. നീ പിശാചിനെ കാണാൻ തുടങ്ങിയാൽ, നീ മല്ലന്മാരെ കാണാൻ തുടങ്ങിയാൽ, നീ നെഗറ്റീവ് കാണാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതം അതുപോലെ തന്നെ നെഗറ്റീവായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് പകല് നീ കാണേണ്ടത് ഈ ചെറിയൊരു കൂട്ടത്തെ അല്ല, നീ കാണേണ്ടത് സ്റ്റേഡിയങ്ങളെയാണ്. നീ കാണേണ്ടത് സ്റ്റേഡിയങ്ങളെയാണ്. ഞങ്ങൾ കാണുന്നത് സ്റ്റേഡിയമാണ്. ഇതിനകത്ത് ഞാൻ കാണുന്നത് സ്റ്റേഡിയങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത്, പുത്തരിക്കണ്ടം മൈതാനം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. പട്ടണത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലമായി മാറുന്നു. ഈ ദേശത്തിന് സ്ഥലം വാങ്ങിക്കുന്നു, ആലയം പണിയുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു, ഉയർച്ച പ്രാപിക്കുന്നു, നന്മകൾ പ്രാപിക്കുന്നു, ജനങ്ങൾ വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തോട് ചേർന്നിരിക്കുന്നവൻ പിശാചിനോട് ചേർന്നിരിക്കുന്നവനല്ല. പിശാചിനോട് ചേർന്നിരിക്കുന്നവരെല്ലാം വാ തുറന്ന നെഗറ്റീവ് പറയും. പക്ഷെ ദൈവത്തോട് ചേർന്നിരിക്കുന്നവൻ പറയും, ഈ മല്ലന്മാരെല്ലാം ഞങ്ങൾ എത്രയോ മല്ലന്മാരെ കണ്ടതാ, എത്രയോ പ്രതികൂലം കണ്ടതാ, എത്രയോ വിഷയങ്ങൾ കണ്ടതാ, എത്രയോ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ കണ്ടതാ, എത്രയോ തീ കടലിനകത്തൂടെ കയറിപ്പോയതാ, എത്രയോ ചെങ്കടൽ കണ്ടതാ, എത്രയോ യോർദാൻ കണ്ടതാ. പക്ഷേ അവിടെയെല്ലാം ദൈവം കൂടെ നിന്നെങ്കിൽ ഈ ദേശം പിടിച്ചടക്കാൻ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. അത് പറയാൻ നിനക്ക് സാധിക്കാത്തത്? യോശുവയും കാലേബും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇടം ഞാൻ 400 വർഷം കടന്ന സ്ഥലത്ത് നിന്ന് കനാൻ ദേശത്തിന്റെ ഈ അതിര് വരെ കൊണ്ടുവന്നത് വെറുതെ ഇങ്ങനെ ചുമ്മാ കയ്യിലെടുത്ത് കൊണ്ടുവരുന്നതല്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ പ്രതികൂലമാണ്. അത് ചെങ്കടല് ഞങ്ങൾ കണ്ടു, അത് ഞങ്ങളെ മുക്കിക്കൊന്നില്ല. പ്രൈസ് ദി ലോർഡ്. യോർദാൻ ഞങ്ങളെ മുക്കിക്കൊന്നില്ല, ഹായി ഞങ്ങളെ മുക്കിക്കൊന്നില്ല, എരിഹോ ഞങ്ങളെ തകർത്തില്ല. എത്രയോ ജാതിക രാജാക്കന്മാരും പടക്കൂട്ടങ്ങളും രാജ്യങ്ങൾക്കും ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മരണ യോർദാന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞങ്ങൾ ഇതെല്ലാം കണ്ടിട്ടാ വന്നത്. അപ്പോഴൊക്കെ ആരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ?
ഞങ്ങളെ കൂടെ നടത്തി, ഞങ്ങളെ വിളിച്ച് വാഗ്ദത്തം തന്ന ദൈവം ഞങ്ങളെ കൂടെ ഇരുന്ന് അതെല്ലാം ഓവർകം ചെയ്തെങ്കിൽ ഇന്ന് നീ കാണുന്ന ഈ പ്രതികൂലങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഒരിക്കലും നിന്നെ മുങ്ങി പോകത്തില്ല, കവിഞ്ഞു പോകത്തില്ല. ഇന്ന് പകൽ ഇതിനെല്ലാം നീ ഓവർകം ചെയ്യും. നീ പുറത്തു വരും, നീ അനുഗ്രഹിക്കപ്പെടും, നീ ഉയർച്ച പ്രാപിക്കും. ഇന്ന് കണ്ട മിസ്രൈമിനെ എല്ലാരും ഒന്ന് പാടിയേ, ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ശക്തമായിട്ട് വാതർന്ന് പാട്. അല്ലാതെ മിസ്രൈമിനെ കണ്ടു, ദൈവത്തെ കാണുന്നില്ലേ നീ? പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തെ കാണുന്നില്ല ആരും. നിന്റെ കൂടെ നമ്മളെ കൂടെ നിൽക്കുന്ന ദൈവത്തെ നീ കാണുന്നില്ല. പ്രശ്നക്കാരെ മാത്രമേ കാണുന്നുള്ളൂ, വിഷയങ്ങളെ കാണുന്നുള്ളൂ, നെഗറ്റീവേ കാണുന്നുള്ളൂ. അതില്ല, ഇതില്ല. പ്രൈസ് ദി ലോർഡ്. 100 കാര്യങ്ങൾ ഈ നെഗറ്റീവായി. ഓരോ വീടുകളിൽ ചെന്നിരുന്ന് നെഗറ്റീവ് അടിക്കും. ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ചിലരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവരെ കാണുമ്പോൾ അവരെ സോപ്പിടാൻ വേണ്ടി അവരോട് നെഗറ്റീവ് അടിക്കും. നമ്മളെ കാണുമ്പോൾ നമ്മളോട് ഒന്ന് പോസിറ്റീവ് അടിക്കും. ഇങ്ങനെയുള്ള ഈ ഓന്തിൻ്റെ സ്വഭാവവും നെഗറ്റീവ് അടിക്കുന്ന വൃത്തികെട്ട കൾച്ചറും നിന്റെ ലൈഫിൽ നിന്ന് മാറ്റിയിട്ട് ഇന്ന് പകല് നീ കാണേണ്ടത് നിന്റെ കൂടെയുള്ള യഹോവയായ ദൈവം. പ്രൈസ്. നീ പ്രതികൂലമല്ല കാണേണ്ടത്, പ്രശ്നമല്ല നീ കാണേണ്ടത്. നീ കാണേണ്ടത് യേശുവിനെയാണ്. നീ കാണേണ്ടത് ജീവനുള്ള ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ദൈവത്തെ കാണണം. നീ മനുഷ്യരെ അല്ല കാണേണ്ടത്, നീ കാണേണ്ടത് ജീവനുള്ള ദൈവത്തെയാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ വാ തുറന്ന ജീവനും മരണവും നിന്റെ വായിൽ നാവിലും ഇരിക്കുന്ന വചനം പറയുന്നു. അതുകൊണ്ടാണ് നീ ജീവിക്കുന്നത്. നീ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നീ സൂക്ഷിച്ചാണ് പറയേണ്ടത്. നിന്റെ അഭിപ്രായങ്ങൾ നീ പറയുമ്പോൾ നീ പറയേണ്ടത് യേശുവിൻ്റെ കൂടെ ഉണ്ട്, കർത്താവിനെ നടത്തുന്നു. അല്ലാതെ ഇപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനി എന്തായി തീരുമെന്തോ, എന്തായിരുന്നാലും നിൽക്കാം. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. പക്ഷേ കർത്താവ് അത്ഭുതങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം ചെയ്ത അത്ഭുതങ്ങളൊന്നും കാണാതെ, ദൈവം നടത്തുന്നത് പ്രൊവിഷൻ അനുഭവിച്ചിട്ടും കഴിഞ്ഞ നാളുകളേക്കാൾ ഉപരിയായി ഏറ്റവും മേത്തരമായ രീതിയിൽ ദൈവം ഇങ്ങനെ പറയുന്നവരെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ അവരിതൊന്നും കാണുന്നില്ല. അവർ കാണുന്നതൊക്കെ നെഗറ്റീവ് കാര്യങ്ങളാണ്. അത് നമ്മൾ ജനിച്ചപ്പോഴേ ഉള്ള സ്വഭാവങ്ങളാണ്. നമ്മുടെ അകത്ത് ഈ നെഗറ്റീവ് അടിച്ചടിച്ചടിച്ച് ശീലിച്ചു പോയി. ഇല്ല 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 ഇല്ല, പ്രശ്നമാണ് പ്രതികൂലമാണ്. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവസന്നിധിയിൽ നിന്ന് യുദ്ധം ചെയ്യിക്കാൻ കാരണം കൂടെ നിന്നവരെന്ത് ചെയ്തു? 2 കയറങ്ങളെ ഉയർത്തി കൊടുത്തു. ആ കയറങ്ങൾ ഉയർന്നിരുന്നപ്പോൾ മോശ യുദ്ധം ജയിച്ചു. ദൈവസന്നിധിയിൽ ഒരു ശുശ്രൂഷ, ഒരു ആലയം മുന്നോട്ട് പോകണമെങ്കിൽ കൂടെ നിൽക്കുന്നവര് കാലേബിനെ പോലെ യോശുവയെ പോലെയുള്ള വെളിപ്പാടുള്ളവരായിരിക്കണം. അല്ലാതെ മല്ലന്മാരെ കണ്ട് അവരെ കണ്ട് ജനത്തിന്റെ ഇടയിലും മറ്റ് സ്ഥലങ്ങളിലും മോശയുടെ അടുക്കലും നേരെ ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ മല്ലന്മാരുണ്ട്, പിടിച്ചെടുക്കാൻ പറ്റൂല, വലിയ വിഷയമാണ്, പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നവനെ ദൈവരാജ്യത്തിന് കൊള്ളത്തില്ല. പ്രശ്നങ്ങളെ പൊക്കി പറയുന്നവനെയും പ്രശ്നങ്ങളെ പറഞ്ഞ് പരത്തുന്നവനെയും കർത്താവിന് ഇഷ്ടമല്ല, വെറുപ്പാണ്. അവരെ സംഹരിച്ചിട്ടാണ് 20,000 പേരെ നെഗറ്റീവ് പറഞ്ഞവനെ മരുഭൂമിയിൽ വെട്ടിക്കളഞ്ഞിട്ടാണ് അടുത്ത പ്രയാണം ദൈവം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത പ്രയാണം ചെയ്തത്. കാരണം 2 പേര് മാത്രമേ പോസിറ്റീവ് പറഞ്ഞുള്ളൂ. ഈ പോസിറ്റീവ് പറയണമെങ്കിൽ ദൈവത്തോട്ട് ബന്ധം വേണം. പോസിറ്റീവ് പറയണമെങ്കിൽ എന്ത് വേണം? ഹല്ലേലൂയ. കർത്താവുമായിട്ട് ബന്ധമുള്ളവൻ ഒരിക്കലും മല്ലന്മാരെ കാണത്തില്ല, പ്രശ്നങ്ങളെ കാണത്തില്ല, വിഷയങ്ങളെ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവർ പറയും കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. ഇത്രയും പ്രതികൂലവും പ്രശ്നവും വന്നിട്ടും നമ്മളെ കൈവിടാത്ത ദൈവം നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ അക്കരെ കടക്കും. ഈ ദേശം നമ്മൾ പിടിച്ചടക്കും. ഈ പട്ടണം പിടിച്ചടക്കും. തിരുവനന്തപുരം പട്ടണം പിടിച്ചടക്കും. തിരുവനന്തപുരത്തെ ഈ പട്ടണത്തെ പിടിച്ചടക്കും. ഇന്നത്തെ സ്ഥിതിയല്ല. ഹല്ലേലൂയ. സ്ഥിതി മാറ്റാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് ശക്തിയുണ്ട്. നിന്നെ നടത്താൻ ദൈവത്തിന് ശക്തിയുണ്ട്. നിന്റെ വലം കൈ പിടിച്ച് നടത്താൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഇന്ന് പകലും നിങ്ങള് ദൈവത്തോട് ചേർന്നിരുന്നാൽ നിന്റെ വീട്ടില് നിന്റെ അമ്മ നിന്നോട് പറയും, നിന്നെ ഒരു വരുമാനം ഇല്ലാതെ വീട്ടിൽ കിടന്നാലും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു അപ്പനും അമ്മയും നിനക്കുണ്ടെങ്കിൽ അവര് പറയും, മോനെ മോളെ പേടിക്കണ്ട, കർത്താവ് നിന്നെ ഉയർത്തും, കർത്താവ് നിന്നെ മാനിക്കും. കാണുന്ന സാഹചര്യം പറഞ്ഞുകൊണ്ട് നടക്കരുത് കേട്ടോ. കാണുന്ന സാഹചര്യങ്ങളല്ല നീ പറയേണ്ടത്. നെഗറ്റീവ് സാഹചര്യം നീ അടിച്ചു വിട്ടുകൊണ്ട് നടക്കരുത്. നീ പറയേണ്ടത് നിന്റെ കൂടെ ഉള്ളവന്റെ വലിയ വലിപ്പമാണ്,
എൻ്റെ കൂടെയുള്ള വലിയവനായ ദൈവം, എൻ്റെ കൂടെയുള്ളവനായ വലിയവനായ ദൈവം, എൻ്റെ കൂടെയുള്ളവനായ ദൈവം വലിയവൻ. എൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവൻ, എൻ്റെ കടഭാരത്തെക്കാൾ വലിയവൻ, എൻ്റെ ഹല്ലേലൂയ എൻ്റെ അവിശ്വാസത്തെക്കാൾ വലിയവൻ, എൻ്റെ വിശ്വാസത്തെക്കാളും വലിയവൻ, എൻ്റെ മുമ്പിലുള്ള സാഹചര്യങ്ങളെക്കാൾ വലിയവൻ. ഏത് അസാധ്യങ്ങളെ സാധ്യമാക്കും. നിന്നെ കൊണ്ട് അതിന് കഴിവില്ല, പക്ഷെ കഴിവുള്ളവൻ നിന്റെ കൂടെ ഉണ്ട്. ഈ പട്ടണത്തിന് നല്ല പ്രോപ്പർട്ടി തരാൻ ദൈവത്തിന് സാധിക്കും, സ്ഥലം തരാൻ ദൈവത്തിന് സാധിക്കും, സ്ഥലം തരാൻ ദൈവത്തിന് സാധിക്കും, ഏക്കർ കണക്കിന് സ്ഥലം തരാൻ സാധിക്കും, പട്ടണങ്ങളെ തരാൻ സാധിക്കും, രാജ്യങ്ങളെ പിടിക്കാൻ സാധിക്കും. ഈ പട്ടണം നമ്മുടെ കയ്യിൽ തരാൻ ദൈവത്തിന് സാധിക്കും. പ്രീമിയം സ്ഥലങ്ങൾ ദൈവം തരും, വിലയേറിയ സ്ഥലങ്ങൾ ഏക്കർ കണക്കിന് ദൈവം തരും. അവൻ ശക്തനാണ്, ഫണ്ടർമാരെ തരാൻ ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇത്രത്തോളം എത്തിയത് നെഗറ്റീവുകളുടെ നടുവിലാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഇന്ന് വരെ ഈ 48-49 വയസ്സ് വരെയുള്ള ലൈഫിൽ കംപ്ലീറ്റ് നെഗറ്റീവ് ഞാൻ കേട്ടിട്ടുള്ളൂ, ചുറ്റുമുള്ളവർ പറഞ്ഞു. പക്ഷേ ആ നെഗറ്റീവ് പറഞ്ഞവരെല്ലാം വാ തുറന്നിരിക്കുക. നെഗറ്റീവ് പറയുന്നവനേക്കാളും ദൈവം എന്നെ അനുഗ്രഹിച്ചു. മനുഷ്യൻ വിളിച്ചിട്ട് ഇറങ്ങിയവനല്ല ശ്രീജു. അപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞും പലതും പറഞ്ഞ് വരയിട്ട് ഒതുക്കി, ഒരു അതിരിട്ട് ഒതുക്കിയവൻ്റെ ആ അതിരുകളെ പൊട്ടിച്ച്, ഹല്ലേലൂയ സ്തോത്രം, അവരൊന്നും ചിന്തിക്കുന്നതിന് ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറമായി ദൈവം എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനേക്കാൾ അധികമായി ദൈവം എന്നെ എത്തിക്കാൻ ശക്തനാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ജീസസ്. ഏത് ചെറുതിനെയും വലുതാക്കാൻ ദൈവത്തിന് ഒറ്റ നിമിഷം മതി. വർദ്ധിപ്പിക്കുന്ന ദൈവം, വിശാലമാക്കുന്ന ദൈവം. മനുഷ്യൻ അതിരിടുമ്പോൾ, മനുഷ്യൻ കളിയാക്കുമ്പോൾ, മനുഷ്യൻ പരിഹസിക്കുമ്പോൾ, മനുഷ്യൻ കുറ്റം പറയുമ്പോൾ, മനുഷ്യൻ പലതിനെ ചൊല്ലി ചിരിക്കുമ്പോൾ, ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, കാലേബിനെ പോലെ, യോശുവയെ പോലെ, നീ വിളിച്ചു പറയണം, ഞാനിവിടെ ഒതുങ്ങത്തില്ല, ഞാനിവിടെ ഒതുങ്ങത്തില്ല, ഞാനിവിടെ ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ, എന്റെ അതിരുകളെ ദൈവം വിശാലമാക്കും. ദൈവം എന്റെ തലയെ ഉയർത്തും. ഞാൻ വാലല്ല, തലയായി മാറും. I declare and decree the name of Jesus. Hallelujah, Jesus name. Hallelujah. അപ്പോൾ ദൈവമാണ് നമ്മളെ വിളിച്ചത്, മനുഷ്യനല്ല, അപ്പനല്ല, അമ്മയല്ല, സഹോദരനല്ല, വേറെ ആരുമല്ല നമ്മളെന്ന് വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെയൊക്കെ അകത്തുണ്ടായിരുന്ന സകല അതിരുകളെയും പൊട്ടിച്ച് അവരുടെ മുമ്പിൽ ഇത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ എൻ്റെ ദൈവം എന്നേക്കാൾ 1000 മടങ്ങ് നമ്മളെ വർദ്ധിപ്പിക്കാൻ ശക്തനാണ്. അപ്പൊ മനുഷ്യൻ നിന്നെക്കുറിച്ച് പലപ്പോഴും അതിരിട്ടാ സംസാരിക്കുന്നത്. അവരെന്തോ പിച്ച തരുന്ന പോലെയൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുന്നത് നിന്റെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യത്തിൽ. പക്ഷെ നീ ഭാരപ്പെടരുത്. കാലേബിനെ പോലെ ധൈര്യം ഉറപ്പുള്ളവനായിരിക്കണം. എന്നിട്ട് നെഗറ്റീവ് പറയുന്നവനെ നീ അമർച്ച ചെയ്യണം. നെഗറ്റീവ് പറയുന്നവനെ അമർച്ച ചെയ്യുന്ന ഒരു അഭിഷേകം. കാലേബ് ജനത്തെ അമർച്ച ചെയ്തു. കാലേബ് ജനത്തിനോട് പറഞ്ഞു, മിണ്ടരുത്, മിണ്ടിപ്പോകരുത്, മോശയുടെ മുമ്പിൽ ചെന്ന് നെഗറ്റീവ് അടിക്കരുത്. മോശയുടെ വിശ്വാസത്തെ കൂടെ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് മോശയുടെ വിശ്വാസത്തെ എന്ത് ചെയ്യരുത്, ഇല്ലാതാക്കരുത്. മോശയുടെ അടുത്ത് ജനം എല്ലാം കൂടെ ചെന്ന് പറഞ്ഞു, അയ്യോ അങ്ങോട്ട് പോകണ്ട, നോക്കണ്ട, ഭാഷയൊന്നും നടക്കത്തില്ല. നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരേ നമ്മളെ കൂടെ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പവർ കോൺഫറൻസ് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, എന്തിനാ ഇതിന്റെ ആവശ്യം, എന്താ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വെളിപ്പാടില്ലാത്ത ജനത്തെയും കൂടെ നടക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. മോശയുടെ വിശ്വാസത്തെ ഹനിക്കാൻ ശ്രമിച്ചപ്പോൾ കാലേബ് പറഞ്ഞു, ജനത്തിനോട് പറഞ്ഞു, മിണ്ടരുത്, ഒറ്റയാണ്, നമ്മളോടുകൂടി യഹോവയുണ്ട്. ആ മല്ലന്മാരെ നമ്മൾ ജയിക്കും, ആ ദേശം നമ്മൾ കൈവശമാക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ദേശം കൈവശമാക്കിയോ? ദേശം കൈവശമാക്കിയോ? ദേശം കൈവശമാക്കിയില്ലേ? ദേശം കൈവശമാക്കി. 2 പേരുടെ ഫെയ്ത്ത്, 30 ലക്ഷം പേരുടെ ഫെയ്ത്ത് അല്ല, 2 പേർക്ക് ഫെയ്ത്ത് ഉണ്ടായാൽ മതി. 2 പേർക്ക്, ഒരാൾക്ക് ഉണ്ടായാൽ മതി. ദൈവം അത് ചെയ്തെടുക്കും. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യും. 30 ലക്ഷം പേർക്ക് വരുന്ന ജനത്തിനെല്ലാം വിശ്വാസം വേണമെന്ന് നിർബന്ധമില്ല. കൂടെ ചേർന്ന് നിൽക്കാൻ 2 പേര് മതി. മോശയുടെ കൂടെ ഒരു യോശുവയും കാലേബും നിന്നപ്പോൾ സ്വർഗം ആ പട്ടണത്തെ അവരെ കയ്യിൽ കൊടുത്തു. ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ എന്തുണ്ടാവും? ധൈര്യവും ഉറപ്പും
ഒരു സ്വപ്നം കാണുന്ന മനോഭാവവും വിഷനൊക്കെ ഉണ്ടായി മാറും. പിന്നെ സാധാരണക്കാരായ നിന്റെ വീട്ടിനകത്ത് നീ നെഗറ്റീവ് അടിക്കരുത്. നിന്റെ വീട്ടിനകത്ത് നീ പറഞ്ഞ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കുകയില്ല, വാലല്ല ഞാൻ തലയായി മാറും. മനുഷ്യനല്ലല്ലോ നമ്മളെ അനുഗ്രഹിക്കുന്നത്, ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അനുഗ്രഹിക്കുന്നവൻ നിന്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ്. ദാവീദിനെ കുറിച്ചും ഇതാണ്. ദാവീദിന്റെ ജീവിതത്തിനകത്തും വിശ്വാസത്താൽ ദാവീദ് എന്ത് ചെയ്തു? ഗോലിയാത്ത് വന്ന് ഫ്രണ്ടിൽ നിന്നപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത്? എൻ്റെ കയ്യിൽ വാളുണ്ടെന്നോ? നല്ല മൂർച്ചയേറിയ കല്ലുണ്ടെന്ന് പറഞ്ഞോ? പിന്നെ 5 കല്ലും കമണയുണ്ടെന്ന് പറഞ്ഞോ? ഞാൻ ഗുസ്തി മത്സരം ജയിച്ചവനാണെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഗോലിയാത്ത് എന്ന് പറഞ്ഞു? എടാ ചത്ത നായെന്നാ വിളിച്ചല്ലേ. ഒരു നിസ്സാരമായി കണ്ടാണ് പലരും നമ്മളെ കളിയാക്കി പുച്ഛമായിട്ട് ചത്ത നായെ പോലെ കാണുമ്പോൾ ദാവീദ് തിരിച്ചു പറഞ്ഞെന്താണെന്നറിയാം? ഞാൻ നിന്റെക്ക് നേരെ വരുന്നത് എൻ്റെ കവണയും കല്ലും വെച്ചല്ല, കുന്തം വെച്ചല്ല, വാളിൻ്റെ ശക്തിയിലല്ല, എൻ്റെ മസിൽ പവറിന് കൊണ്ടല്ല, എൻ്റെ ശക്തിയിലല്ല, യഹോവയുടെ നാമത്തിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിനക്കെതിരായി വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാനും നീയും ഈ പട്ടണം പിടിക്കാൻ പോകുന്നത് ഈ പട്ടണത്തിനോടൊന്ന് ഉറക്കെ വിളിച്ചു പറ. ഈ എന്റെ ശക്തിയിലല്ല, ശ്രീജുവിന്റെ ശക്തിയിലല്ല, ശ്രീജുവിന്റെ പണത്തിന്റെ ശക്തിയിലല്ല, ഈ ബിൽഡിങ്ങിന്റെ ശക്തിയിലല്ല, യേശുവിന്റെ നാമത്തിൽ, ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പട്ടണത്തിനോട് അടുത്ത് വരികയാണ്, എതിരെ വരികയാണ്. ഈ പട്ടണത്തെ ഞങ്ങൾ പിടിക്കും. യേശുവിന്റെ നാമം, ഈ നാമത്തെ കുറിച്ചൊരു വെളിപ്പാട് നിന്റെ അകത്തുണ്ടായാൽ, ഈ നാമം നീ ധരിച്ചാൽ, ഈ നാമം നിന്റെ അകത്ത് കത്തിയാൽ, നിന്റെ മുമ്പിൽ ഇന്ന് വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത്, നിന്റെ മുമ്പിൽ, നിന്റെ വീട്ടിൽ, കുടുംബത്തിൽ നിനക്ക് മുമ്പിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ കവിണ്ണ വീഴാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്? അത് പറയാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അഭിഷേകം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം തലേ വീണത് ലെവല് മാറി. ഇതൊക്കെ അഭിഷേകമുള്ളവനെ പറ്റൂ. അഭിഷേകമുള്ളവന്റെ സംസാരം, വാക്കുകൾ, അവരുടെ വിഷൻ, അവരുടെ പ്രതികൂലത്തിന്റെ നടുവിലുള്ളവരുടെ നിപ്പ്, ഉറപ്പ്, ചങ്കൂറ്റം, തന്റെ ഇടം, ഇതൊക്കെ വരണമെങ്കിൽ അഭിഷേകം ഉണ്ടാകണം. ഈ അഭിഷേകമുള്ളവന് ഓട്ടോമാറ്റിക്കായിട്ട് അവനെ കൊണ്ട് ഏത് കുഴിക്കകത്തിട്ടാൽ എത്ര വലിയ പ്രതികൂലം വന്നാലും അഭിഷേകമുള്ളവന്റെ വായിൽ നിന്ന് ഇതേ വരൂ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പുറത്തു വരും. ഹല്ലേലൂയ. ഞങ്ങൾ ശത്രുവിനെ ജയിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തോടെ ചേർന്നൊക്കെ നടക്കുന്നവരും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളവനും അഭിഷേകമുള്ളവൻ പറയുന്നത് എല്ലാം ഈ പോസിറ്റീവായ കാര്യങ്ങളാണ്. അവർ സാഹചര്യവും സമയവും ഇതൊന്നും നോക്കത്തില്ല, മരുഭൂമിയോ ഒന്നും നോക്കത്തില്ല, കൂടെ ഉള്ളവരും ആരൊക്കെയാണെന്ന് ഒന്നും നോക്കത്തില്ല. ഇന്ന് പലരും രാജാക്കന്മാരായിട്ടിരിക്കുന്നവരെല്ലാം രാജസിംഹാസനം വിട്ട് ഒഴിയും. ഹല്ലേലൂയ. ഇന്ന് രാജസിംഹാസനം ഇല്ലാതെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് അലയുന്ന നിന്നെ അടുത്ത സീസണിൽ രാജാവാക്കി മാറ്റാൻ പോവുക. യേശുവിന്റെ നാമത്തില് ആത്മാവിനെ പ്രവചിക്കുക. ഇന്നൊന്നുമില്ലാതെ നടക്കുന്ന നീ പല രാജാക്കന്മാരെ പോലെ നിന്നെ നോക്കി ഗർവത്തോടെ സംസാരിച്ച്, നിന്നെ അപമാനിച്ച്, നിനക്ക് പിച്ച തരുന്നത് പോലെ നിന്നെ കളിയാക്കുന്ന ചിലരുടെയൊക്കെ സിംഹാസനങ്ങളെ ദൈവം വെട്ടി ദൂരം കളഞ്ഞ്, ആത്മാ പറയുന്നു, നിന്നെ ഈ മരുഭൂമിക്കകത്ത് നടക്കുന്ന നിന്നെ ഇന്ന് പകലൊരു രാജകീയ അഭിഷേകത്തോടെ കാട്ടിനകത്ത് കരടിയുടെ മുമ്പിലും കാട്ടിനകത്ത് സിംഹത്തിന്റെ മുമ്പിലും ഒറ്റപ്പെട്ട മരുഭൂമിയിൽ തുഴയുന്ന നിന്നെ നോക്കി ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. നിന്റെ സീസൺ എന്താ വരുന്നു, നിന്റെ സമയം എന്താ വരുന്നു, നിന്റെ ലെവൽ മാറുന്നു, നിന്നെ രാജാവാക്കുകയാണ്.